പരിശുദ്ധമായ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഒരുക്കി തന്ന വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ സിസ്റ്ററോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. വിവിധ രാജ്യങ്ങളിലായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരുന്ന ആത്മീക ബന്ധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മുൻപരിചയമൊന്നും ഇല്ലെങ്കിൽ പോലും ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മളെ എല്ലാവരെയും ഓരോ നിമിഷം കണക്ട് ചെയ്യുന്നതിന് ദൈവത്തിന് ഓരോ പർപ്പസസ് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ ദൈവം എന്നെ കൊണ്ടുവന്നതിന് ദൈവത്തിന്റെ ഒരു പർപ്പസ് ഉണ്ടെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി എപ്പോഴാന്ന് വെച്ചാൽ ദൈവം എനിക്ക് രാവിലെ നൽകി തന്ന ആലോചന എന്ന് പറയുന്നത് വിശ്വാസത്തെ കുറിച്ചായിരുന്നു. അപ്പം പാട്ട് പാടിയപ്പം എനിക്ക് ഭയങ്കര കൺഫർമേഷൻ ആയിരുന്നത്. കാരണം എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. അപ്പം എന്നോട് ദൈവാത്മാ സംസാരിച്ച ദൂതും അതായിരുന്നു. അപ്പം ഞാൻ ഏത് മീറ്റിങ്ങിന് കയറുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ എനിക്ക് ദൈവം നൽകി തന്ന ആലോചനയെ കുറിച്ച് ആ മീറ്റിങ്ങിന് കയറുന്നതിനിപ്പുറം ഒന്നെങ്കിൽ ദൈവദാസനെ കൂടെയോ അല്ലെങ്കിൽ പാട്ടിക്കൂടെയോ എനിക്കൊരു കൺഫർമേഷൻ തരണം. അപ്പൊ അത് എന്റെ വിശ്വാസം കൂടെ എന്ത് ചെയ്യും, അധികം അധികം വർദ്ധിക്കുക. ദൈവകൃപയാൽ എല്ലാ മീറ്റിങ്ങുകളിലും ദൈവം എനിക്ക് അതിനുള്ള കൃപ നൽകി തന്നിട്ടുണ്ട്. ആകയാൽ ഇന്ന് ആ പാട്ട് പാടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് നൽകി തന്നിരിക്കുന്ന വചനവും അതിന് റിലേറ്റ് ആയിട്ടാണ്. എനിക്ക് നിങ്ങളെ ആരെയും പരിചയമില്ല. എനിക്ക് ആകെ സംസാരിച്ചുള്ള പരിചയം സിസ്റ്ററോട് മാത്രമേ ഉള്ളൂ എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച്. അതുകൊണ്ട് നമ്മൾ വിവിധ രാജ്യങ്ങളായിരുന്നാലും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കി, നിങ്ങളുടെ ഹൃദയത്തിന്റെ നിലവാരം മനസ്സിലാക്കി നിങ്ങളോട് സംസാരിക്കട്ടെ. നമ്മൾ വചനത്തിന് മുമ്പ് നമ്മളായിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് സന്തോഷത്തോടുകൂടി ഹല്ലേലൂയ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സോടുകൂടി ഇരുന്നാൽ മാത്രമേ ഈ വചന ശുശ്രൂഷ കൊണ്ട് പ്രയോജനമുള്ളൂ. ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ തുറന്ന പാത്രമായിട്ടിരിക്കണം. ആ പാത്രത്തിലേക്ക് ദൈവം നിറയ്ക്കും. പക്ഷെ നമ്മൾ എത്ര നിറച്ചാലും അത് ഉപയോഗിച്ചില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. നമുക്ക് ഒത്തിരി വചനങ്ങൾ കേൾക്കാം. ഞാൻ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ ഞാൻ ഒരു വർഷം എത്ര വചനം കേൾക്കുന്നുണ്ടെന്ന്. ഒരാഴ്ചയിൽ എത്ര വചനം കേൾക്കുന്നുണ്ട് അല്ലെ? ചർച്ചിൽ തന്നെ കുറഞ്ഞത് ഒരു 6 മെസ്സേജ് ഒരാഴ്ച കേൾക്കുന്നുണ്ട്. സൺഡേ തന്നെ 2 മെസ്സേജ്, പിന്നെ ഇട മീറ്റിങ്ങുകൾ എല്ലാം കൂടെ കൂട്ടി 6 മെസ്സേജ്. അങ്ങനെ ഒരാഴ്ച 6 മെസ്സേജ്, പിന്നെ യൂട്യൂബിൽ അല്ലാതെ മെസ്സേജുകൾ. അങ്ങനെ ഒരു വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കുറഞ്ഞതാ ഞാൻ പറഞ്ഞു, ഏറ്റവും കുറഞ്ഞത് ഒരു വ്യക്തി ഒരു 1000 മെസ്സേജ് കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ 1000 മെസ്സേജിൽ നമ്മൾ എത്ര മെസ്സേജസ് ഏറ്റെടുത്ത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വിരലേൽ എണ്ണാനുള്ളത് മാത്രമേ ഉള്ളൂ, ഇല്ലേ? എന്നാൽ അത് മുഴുവൻ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വചനം കേൾക്കുന്നവരായിട്ടല്ല, അത് പ്രമാണിക്കുന്നവരായിട്ട് തീരുന്നതാണ് കർത്താവിന് ഇഷ്ടം. അപ്പൊ നമ്മുടെ വിചാരം നമ്മൾ ഇത്ര മെസ്സേജ് കേട്ടത് കൊണ്ട് കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും കിട്ടി എന്നല്ലേ. ഒരു ദിവസം കൊണ്ട് എത്ര മെസ്സേജുകൾ അയക്കുന്നത്. കർത്താവ് പറഞ്ഞത് മെസ്സേജ് കേട്ടത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, അത് പ്രമാണിക്കുന്നവരാ ഭാഗ്യവാന്മാർ. ആകയാൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് വളരെ ശാന്തമായിട്ട്, എനിക്കറിയാം നിങ്ങൾക്ക് അവിടെ രാത്രി 12 മണിയാണ്, എല്ലാവരും ഉറങ്ങുന്നൊക്കെ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റിരുന്ന് ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാ, നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ഞാൻ വെറും ഒരു മെസ്സഞ്ചർ മാത്രമാണ്. എന്നാൽ കർത്താവിന് എന്താണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്? ആ വചനം പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായിട്ട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആകയാൽ ഇന്നത്തെ വചനത്തിനായി എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 35 തൊട്ട് 39 വരെയുള്ള വാക്യമാണ് എന്നോട് ദൈവാത്മാവ് ഇടപെട്ടത്. ഞാൻ അതൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായർ 10-ന്റെ 35 തൊട്ട് 39 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പം കാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രേ ആകുന്നു. ഹല്ലേലൂയ. ഈ വചനം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ വചനമാണെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് ഞാൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് കർത്താവ് എന്താണ് സംസാരിക്കണം എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ കാര്യം ഇതാണ്: എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. അപ്പം ഇന്ന് വിശ്വാസ സമൂഹത്തിലാണ് വിശ്വാസം കൂടുതൽ പ്രസംഗിക്കേണ്ടത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വിശ്വാസികളല്ലാത്തവരുടെ ഇടയിലും വചനം പറയുന്ന ഒരാളാണ്. യാക്കോബ, ഓർത്തഡോക്സ്, ജ്ഞാനായ ഹൈന്ദവ വിശ്വാസികൾ, അങ്ങനെയുള്ളവർ ഒരുപാട് പേരുമായിട്ട് ദൈവാത്മാവ് എന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പക്ഷെ ഞാൻ കണ്ടൊരു വ്യത്യാസം ഞാൻ പറയാം. ഈ പെൻഡക്കോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ അറിഞ്ഞവരുടെ മുമ്പിൽ ഞാൻ വചനം ശുശ്രൂഷിക്കുന്നതും കർത്താവിനെ അറിയാത്ത പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ ഇടയിൽ വചനം ശുശ്രൂഷിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആള്.
മനസ്സിലാകുന്നുണ്ടോ? ഓപ്പണായിട്ട് പറയും, ദൈവാത്മാവ് പറയുന്ന ഓപ്പണായിട്ട് പറയും. ആൾക്കാരെന്നെ വിധിക്കുമോ, അവരെന്നെ കുറിച്ച് കമന്റ് പറയും, അങ്ങനെ ഒരു ഭയം ദൈവകൃപയാൽ എനിക്കില്ല. കർത്താവ് ശുശ്രൂഷയെ വിളിച്ചപ്പോൾ ആ ഭയം എടുത്ത് കളഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു അഭിഷേകം തന്നിരിക്കുന്നത്. അതുകൊണ്ട് കമന്റും ആൾക്കാർ അങ്ങനെ പറയും ഇങ്ങനെ പറയും, ആൾക്കാരുടെ മുമ്പിൽ എന്നെ വെറുക്കുമോ എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, കർത്താവെ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, ജീവിച്ച അത്രയും കർത്താവിന്റെ ഇഷ്ടത്തിന് ജീവിക്കണം. കാരണം എനിക്ക് കണക്ക് കൊടുക്കാനുള്ള ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് ഒന്നും തോന്നരുത്. എനിക്ക് നിങ്ങളെ ആരെയും പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ പറയാം. അതുകൊണ്ട് ഞാൻ പറയുക, ഞാൻ കണ്ടൊരു വ്യത്യാസം, വിശ്വാസികളുടെ ഇടയിൽ വചനം പ്രസംഗിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന എല്ലാത്തിനും ഒരു മുൻവിധിയോടുകൂടെ കാണും. ഓ അങ്ങനെ ഉണ്ടേലേ പോകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെയ്താലേ എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും അല്ല എന്നുള്ളൊരു മുൻവിധിയും. പക്ഷെ അവിശ്വാസികളായി കർത്താവിലേക്ക് അറിഞ്ഞു വരുന്നവരുടെ പ്രത്യേകത, നമ്മൾ വിശ്വാസത്തെക്കുറിച്ചും കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, അയ്യോ അങ്ങനെയാണ് സിസ്റ്ററെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാം. അയ്യോ എൻ്റെ പാപം അതാണോ, ഓക്കെ ഞാനത് വിട്ട് കളയാം, എനിക്ക് യേശുവുമായിട്ട് അടുക്കണം. ഞാൻ അങ്ങനെ പെട്ടെന്ന് അത് ഈ വചനം അങ്ങോട്ട് കൊടുക്കുമ്പോഴല്ലോ ഇങ്ങനെ റിസീവ് ചെയ്യുന്നത് എനിക്ക് ആത്മാവിൽ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് ഞാൻ രാത്രിയിൽ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു റലത്തിലേക്ക് നമ്മുടെ ദൈവമക്കൾ മടങ്ങി വരണമെന്ന്. നമ്മൾ ആദ്യ കാലത്തിലേക്കൊന്ന് മടങ്ങി വരണം. അതായത് കേൾക്കുന്ന വചനം മുൻവിധിയോടുകൂടെ കാണാതെ, പ്രസംഗിക്കുന്ന ആളെ നോക്കാതെ, അല്ലെങ്കിൽ പറയുന്ന വചനത്തിനകത്ത് അയ്യോ അങ്ങനെയാണ്, അതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, വേറെ എന്തെങ്കിലും ഫോം വഴിയുണ്ടോ? നമുക്ക് എപ്പോഴും ഉള്ളതാണ് പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി അല്ലേ? ഇപ്പൊ ഒരു സർജറി ഡോക്ടർ പറഞ്ഞ സർജറി കൊണ്ടേ അത് മാറത്തുള്ളൂ എന്ന് പറഞ്ഞാലും നമ്മൾ ചോദിക്കും, സർജറി ഇല്ലാത്ത വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇഞ്ചക്ഷനാ പറ്റത്തുള്ളൂ, ഇഞ്ചക്ഷൻ അല്ലാതെ ഞാൻ മരുന്ന് കഴിച്ചാൽ മതിയോ എന്ന് ചോദിക്കും. കാരണം എന്താ, നമുക്ക് പെയിൻ ഇഷ്ടമല്ല. എന്നാൽ ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ, ഞാൻ പറയാം, എൻ്റെ ടെസ്റ്റിമണിയോട് കൂടെ ഞാൻ വചനം പറയാം, എൻ്റെ ജീവിതാനുഭവത്തിൽ കൂടി അല്ലാതെ ഞാൻ പഠിച്ചൊരു കാര്യം, സർജറി വേണ്ടിടത്ത് സർജറി തന്നെ ചെയ്യണം, ഇഞ്ചക്ഷൻ വേണ്ടിടത്ത് ഇഞ്ചക്ഷൻ തന്നെ പറ്റത്തുള്ളൂ. ഈസി മെത്തേഡ് വചനത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാനും ഇതുപോലെ ദൈവത്തോട് ഡിബേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കർത്താവ് അങ്ങനെ ഞാൻ ചെയ്യത്തില്ല, വേണം ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ചെയ്യാം. അപ്പൊ കർത്താവ് പറഞ്ഞു നോ, ഇങ്ങനെ തന്നെ പറ്റത്തുള്ളൂ. കാരണം കർത്താവിന് വാക്ക് മാറ്റാൻ പറ്റത്തില്ല, വ്യവസ്ഥയുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ആകയാൽ ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഇങ്ങനെയാണ്, നമ്മൾ ഇറങ്ങി തിരിച്ചത് ഒരു മഹാപ്രതിഫലമുള്ള ഒരു കാര്യത്തിന് വേണ്ടി. എന്താണ് ആ മഹാപ്രതിഫലം? കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചത് നിത്യതയിൽ കർത്താവിനോടൊപ്പം വാഴേണ്ടതിന്. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ. നിത്യതയിൽ എത്തുക, കർത്താവുമായിട്ട് വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ. എന്നാൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന സമൂഹം അല്ലെങ്കിൽ ദൈവമക്കളുടെ മനസ്സിൽ നിത്യത എന്ന കാഴ്ചപ്പാട് മാറി ലോകത്തിൽ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന അവസ്ഥകളാണ് കൂടുതൽ പ്രയോറിറ്റി. ഇല്ലെന്ന് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നിങ്ങളെ തന്നെ ഇന്ന് വിലയിരുത്തണം. ഇപ്പോൾ ഒരു പ്രെയർ റിക്വസ്റ്റ് ലിസ്റ്റ് ഇവിടെ വന്നിരിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ലിസ്റ്റുകൾ പറയാൻ പറഞ്ഞാൽ നമ്മുടെ എല്ലാം ലിസ്റ്റ് എന്താണെന്നറിയാമോ? ഒന്നെങ്കിൽ തലമുറയുടെ വിഷയം, അല്ലെങ്കിൽ ഭർത്താവിന്റെ വിഷയം, അല്ലെങ്കിൽ രോഗം, ഇവിടെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, വിരലിൽ എണ്ണാൻ പോലും ഉള്ള ആൾക്കാർ കാണത്തില്ല ചില സമയത്ത്, സിസ്റ്റർ എന്നെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാനൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാനും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഇല്ലാത്തല്ല പ്രസംഗിക്കുന്നത്, എന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. നമ്മൾ കേട്ടു വളരുന്നത് നിത്യതയെക്കുറിച്ചൊക്കെ ആണെന്ന് പറഞ്ഞാലും അല്പകാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളവരെയൊക്കെ നോക്കുമ്പോൾ അവർക്കൊക്കെ ചിലതൊക്കെ പ്രാപിച്ചെടുക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത, കർത്താവെ അവരൊക്കെ കർത്താവിനെ അറിഞ്ഞവർ വന്നു, അവർക്കൊക്കെ എല്ലാം ആയല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എനിക്കും വേണം അങ്ങനെയൊക്കെ, എന്റെയും കഷ്ടത മാറണം, എന്റെയും വേദന മാറണം, ഇതാണ് നമ്മുടെ പ്രയോറിറ്റി. എന്നാൽ ഇവിടെ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് മഹാപ്രതിഫലം നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഈ സഹിഷ്ണുത എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണം. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ വാഗ്ദത്തം എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? ശരിക്കും ചോദിച്ചാൽ നമ്മുടെ വാഗ്ദത്തം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ എല്ലാവരും പറഞ്ഞ വാഗ്ദത്തം എന്താ? നമ്മുടെ തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തം. ഈ ഭൂമിയിലെ വാഗ്ദത്തങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്. എന്തെങ്കിലും വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ടോ സിസ്റ്റർ എന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞ വാഗ്ദത്തം എന്താ? ഉണ്ട് സിസ്റ്റർ, എനിക്ക് എന്റെ മിനിസ്ട്രിയെ കുറിച്ചൊരു വാഗ്ദത്തമുണ്ട്, എന്റെ തലമുറയെ കുറിച്ചൊരു വാഗ്ദത്തമുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞാൽ ശരിക്കും ദൈവഭക്തനുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം നിത്യതയാണ്. കർത്താവ് പറഞ്ഞിട്ട്, കർത്താവിന്റെ വാമൊഴിയാൽ ഡയറക്റ്റ് പറഞ്ഞ വാഗ്ദത്തം അതാ, ഞാൻ പോയതുപോലെ മടങ്ങി വരും, ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോയേക്കുക, ആ വാസസ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോകും. അതാണ് ദ ഗ്രേറ്റസ്റ്റ് പ്രോമിസ്.
ആ പ്രോമിസിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രോമിസിന് താഴെ ഈ ഭൂമിയിലെ നന്മകൾ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കാണാവൂ. ഇല്ലെങ്കിൽ വരുന്ന ദോഷം ഞാൻ പറയാം. അതിന്റെ താഴത്തെ വാക്യത്തിൽ പറയുന്നു, 3 നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. എങ്ങനെയാ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ പോകുന്നതെന്നറിയാം? നാശത്തിലേക്ക് പോകുന്ന കൂട്ടരുടെ ആഗ്രഹങ്ങൾ എന്തിനെ കുറിച്ചുള്ളതെന്നറിയാം? ഈ ഭൂമിയെ കുറിച്ചുള്ളതാണ്. ഇന്ന് ഈ രാത്രി 12 മണിക്ക് നിങ്ങൾ ഉണർന്നിരുന്ന് ഈ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയം എടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. എൻ്റെ ഇന്റൻഷൻ എന്താണെന്നാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ഇന്റൻഷൻ ഈ പ്രാർത്ഥനയിൽ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. എൻ്റെ മോടെ വിവാഹം നടക്കണം, അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ ഒരു ഉന്നതി വേണം, എനിക്കൊരു സ്വന്തം വീട് ആ രാജ്യത്ത് വേണം, എൻ്റെ മക്കൾക്ക് ഒരു നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ഇതൊക്കെയാണ് നിങ്ങളുടെ വിഷയം. അല്ലെങ്കിൽ എൻ്റെ രോഗം മാറണം, ഇതൊക്കെയാണ് നിങ്ങളുടെ വിഷയങ്ങൾ. കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, കുഴപ്പമൊന്നും വരുന്നില്ല. പക്ഷെ ഈ ഭൂമിയിൽ ചിലപ്പോൾ കുറെ ആൻസേഴ്സ് ഒക്കെ കിട്ടിയെന്നിരിക്കും. പക്ഷെ നിത്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ നന്മകൾ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ തുറന്ന് പറയുക, നിങ്ങളുടെ ഹൃദയത്തോട് തന്നെ ശാന്തമായി നിങ്ങൾ ഒന്നിച്ച് കൊതിക്കണം. ഒരു നിമിഷം, എൻ്റെ ഉള്ളിലെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എന്താ? ഞാൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഓടുമ്പോഴും ഞാൻ വർക്ക് ചെയ്യുമ്പോഴും എല്ലാം എൻ്റെ ഉള്ളിൽ ആഗ്രഹം, നിത്യത എന്നൊരു ചിന്ത ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അപകടത്തിലാണ്. ഏത് അപകടവും ഞാൻ പറഞ്ഞു ശാന്തമായിട്ട് പറയുന്നതൊന്നും തോന്നല്. മനസ്സിലാകുന്നുണ്ടോ? ചിലൊരു പവർഫുൾ മെസ്സേജ് ഒന്നും കേട്ടെന്ന് വരുന്നത്. പക്ഷെ ഇതിനകത്ത് നിൽക്കുന്ന ഒരു സത്യം ഞാൻ വിശ്വാസ സമൂഹത്തോട് വിളിച്ചു പറയുക. വിശ്വാസം കൈവിടപ്പെട്ടു പോയിട്ട് നമ്മൾ വിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന കൂടുതൽ എന്തിനെ കുറിച്ച് പറയും? നിങ്ങളുടെ കാര്യത്തിൽ ദൈവം പ്രവർത്തിക്കും നിങ്ങൾ വിശ്വസിക്കണമെന്നാണ്, അല്ലെ? രോഗസൗഖ്യം തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം, മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇതാണ് നമ്മൾ വിശ്വാസത്തെ കുറിച്ച് കൂടുതൽ കേൾക്കുന്ന വാക്ക്. ഇപ്പൊ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്ന എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദം ഇല്ലെന്നൊക്കെ ഉള്ള വചനം പറയുമ്പോൾ എല്ലാവരും കോട്ട് ചെയ്യുന്നത് ഈ ഭൂമിയിലെ നന്മകളെ കുറിച്ചാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് സംസാരിച്ച് നിങ്ങൾക്ക് കൈമാറാൻ തന്ന വാക്തത്വവും ദൂതും ഇതാണ്: വിശ്വാസം ലെവലേശം നമ്മുടെ ഉള്ളിൽ ഇല്ലാതിരിക്കുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. അതായത് പേര് വിശ്വാസി എന്ന, പക്ഷേ ഉള്ളിൽ എന്തില്ലെന്നറിയോ? വിശ്വാസമില്ല. ഞാനിത് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് ഇതിനകത്ത് വീഡിയോയിൽ കാണാൻ പറ്റുന്ന 2 ചേച്ചിമാരേ ഉള്ളൂ കേട്ടോ. ഞാൻ ചേച്ചിമാരാന്ന് വിശ്വസിക്കുന്നതിനേക്കാളും പ്രായമുണ്ടെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. പ്രിയ ക്രിസ്ത്യൻ സിസ്റ്ററും ഫേബർ സിസ്റ്ററും, ഇവരെ രണ്ടുപേരെ കാണുന്നതുകൊണ്ട് ഞാൻ പറയുക. നമ്മൾ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പെർഫ്യൂംസ്, അല്ലേ? പെർഫ്യൂംസ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നല്ല വില കൂടിയ പെർഫ്യൂംസ് ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് തന്നാൽ, കണ്ടിട്ടുണ്ട് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ യു കെ എന്നൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഒക്കെ വരുമ്പോൾ നല്ല പെർഫ്യൂം ബോട്ടിൽസ് നമുക്ക് കാണാം. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ആ പെർഫ്യൂം ഉപയോഗിക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? എല്ലായിടത്തും വലിയ കല്യാണം, വലിയ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴായിരിക്കും അതൊന്ന് ഇച്ചിരി ഒന്നും അടിക്കുന്നത്, അല്ലെ? അടിച്ചിട്ട് ചെയ്യുന്നത് തീർന്നു പോയെന്നിരിക്കട്ടെ, നിങ്ങൾ ആ കുപ്പി എടുത്ത് കളയുമോ? ഞാൻ കളയത്തില്ല, ഞാനത് സൂക്ഷിച്ചു വെക്കും. കാരണം നല്ല ഭംഗിയാ പെർഫ്യൂം ബോട്ടിൽ കാണാൻ. ആ ബോട്ടിലിന് കൊടുക്കണം വില. നല്ല ഗ്ലാസ്സിനകത്ത് അത് വെച്ച് കുറച്ച് തുള്ളികളെ കാണത്തുള്ളൂ, പക്ഷെ ആ ബോട്ടിലിനാണ് ഭംഗി. പക്ഷെ ഇപ്പൊ ആരെങ്കിലും ചോദിക്കുക ഇതെന്തു ഈ കുപ്പി ഏതാന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞു ഇത് പെർഫ്യൂം ബോട്ടിലാന്ന് പറയും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പെർഫ്യൂം അകത്ത് കാണത്തില്ല, പക്ഷെ ബോട്ടിൽ അവിടെ ഇരിപ്പുണ്ട്. ഇതുപോലെ പല വിശ്വാസികളും പേര് വിശ്വാസി എന്നാ, മനസ്സിലാകുന്നുണ്ടോ? പണ്ട് ഇറങ്ങിയ കാലത്ത് വില കൊടുത്ത് ഇറങ്ങിയതാ. പെർഫ്യൂമിനെ പോലെ ആയിരുന്നു അകത്തുണ്ടായിരുന്നു ചിലതൊക്കെ. അടുത്ത് വരുമ്പോ ആൾക്കാരൊക്കെ അടുത്ത് വരുമ്പോ ചിലത് കൊടുക്കാറുണ്ടായിരുന്നു. അവര് ചിലത് പ്രാപിച്ചൊക്കെയാ പൊക്കോണ്ടിരുന്നു, അല്ലെ? നിങ്ങളുടെ അടുക്ക വരുമ്പോൾ നിങ്ങളുടെ വായിന്ന് വരുന്ന വാക്കുകളൊക്കെ ധൈര്യം കൊടുക്കുകയും ബലപ്പെടുത്തി സൗരഭ്യവാസനയായിട്ടായിരുന്നു അവര് പൊക്കോണ്ടിരുന്നത്. എന്നാൽ ഇന്ന് വരുമ്പോ കാറ്റ് മാത്രമേ പുറത്ത് വരുന്നുള്ളൂ. കാരണം എന്താ? അകത്തൊന്നും ഇല്ല, നിറയപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, പേര് പെർഫ്യൂം ബോട്ടിൽ എന്നാ, പക്ഷെ അകത്ത് നിറയ്ക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒന്നുമില്ല. കാരണം വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഞാനിത് പറയാൻ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ നെഗറ്റീവ് കേൾക്കുന്നത് വിശ്വാസികളുടെ വായിന്നാണ്. പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ ഞാൻ പറയുന്നത് എന്റെ ചെറിയ കാലത്തിലെ കാര്യം പറഞ്ഞത്. ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്നത് കർത്താവ് വഴി തുറക്കുന്നേ, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ എന്നാ പറയുന്നത്. എന്നാൽ ഇന്ന് പറയുന്നത് എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്നുണ്ടെന്നും തോന്നരുത്. ഈ ആക്സസ് സിസ്റ്റർ പ്രാർത്ഥിച്ചാലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാസ്റ്റർ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമില്ലേ ആ വിഷയത്തിൽ പ്രവൃത്തി നടക്കുമോ?
ചിലറെ വിചാരം ഈ പ്രാർത്ഥിക്കുന്ന ആൾക്ക് വിശ്വാസം മതി, നടക്കും. അതും ഞാൻ ഒരു കാറ്റഗറിയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പം നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു വിഷയത്തിന് മറുപടിയാന്ന് പറഞ്ഞ് ഞാനൊരു ദൂത് പറഞ്ഞ് നിങ്ങളൊക്കെ ഏറ്റെടുക്കും. എന്നാൽ അപകടം ഒളിഞ്ഞു നിൽക്കുന്ന എവിടാണെന്ന് ചോദിച്ചാൽ ഈ വിശ്വാസം ഉള്ളിലില്ലാതെ ക്വസ്റ്റ്യൻ ഇതാ, കർത്താവ് വന്നാ പോവോ? വിശ്വാസമില്ലാത്ത വിശ്വാസിയെ കർത്താവ് വന്നാ പോവോന്ന് പോകത്തില്ലെന്ന് വചനം പറയുന്നു. ഈ വചനത്തിനകത്ത് കിടപ്പുണ്ട്. അത് എന്താണെന്നറിയാമോ? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എവിടെ ജീവിക്കുന്ന കാര്യമാണ്? ഭൂമി മാത്രം ജീവിക്കുന്ന കാര്യമല്ല പറയുന്നത്, നിത്യതയിലും കൂടെ ജീവിക്കണമെങ്കിൽ നമ്മളെയും നിത്യതയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ട് എന്താണെന്നറിയോ? വിശ്വാസം എന്ന ലാഡറാ. ഈ ലാഡറിൽ കൂടെ നടന്ന് കയറി നമ്മൾ നിത്യതയിൽ എത്തുന്നത്. ഞാനൊരു ഇമാജിനേഷൻ പറയും. ഒരു ലാഡർ അങ്ങോട്ട് വെച്ചേക്കുക. എന്നെയും കർത്താവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ വിശ്വാസമാണ്. വിശ്വാസത്താലല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ടത്? വിശ്വാസത്താലല്ലേ നമ്മൾ സ്നാനപ്പെട്ടത്? വിശ്വാസത്താലല്ലേ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയത്? അല്ലാതെ ഏതെങ്കിലും മീഡിയയിൽ കൂടെ രക്ഷിക്കപ്പെട്ടവർ ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ആ രക്ഷ സത്യമല്ല. യേശുക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, വാ കൊണ്ട് ഏറ്റു പറഞ്ഞു. ഹൃദയം കൊണ്ട് വിശ്വസിക്കാത്ത ഒരാൾക്ക് വാ കൊണ്ട് ഏറ്റു പറയാൻ പറ്റില്ല. കാരണം ആദ്യം നിറയ്ക്കേണ്ടത് ഉള്ളിലാണ്. ഉള്ളിൽ നിറച്ചാലേ അത് പുറത്തോട്ട് വരത്തുള്ളൂ. അപ്പൊ വിശ്വാസം എന്ന കണക്ഷനാണ് എനിക്കും കർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ നിർത്തുന്നത്. ഈ വിശ്വാസം കട്ടായി പോയി കഴിഞ്ഞാൽ എന്തുറപ്പുണ്ട് നിങ്ങൾക്ക് കർത്താവിന്റെ കാഹളനാദം വന്നാൽ നിങ്ങൾ പോകുമെന്ന്? പോകത്തില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പോകത്തില്ല ദൈവമക്കളെ. ഇവിടെയാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത്. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം കാണും. സത്യമായ കാര്യമാണ്. നമ്മൾക്ക് വചനം പറയുമ്പോൾ നമുക്ക് വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രസംഗിക്കുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷയത്തിന് മറുപടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ കയറിയപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ പലരെയും ടച്ച് ചെയ്ത് എനിക്ക് പിന്നെ മെസ്സേജ് വന്നപ്പോൾ അത് മനസ്സിലായത്. ഞാൻ അതേ ചോദ്യം നിങ്ങളോട്, ഇപ്പൊ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം വിസ ആയിക്കോട്ടെ, ഇപ്പൊ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാനുള്ള വിസ, ഇപ്പൊ യു കെയിലൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി വിസ ആയിട്ട് നിങ്ങളവിടെ വന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കാണത്തില്ല, അല്ലെങ്കിൽ ആരെയെങ്കിലും കൊണ്ടുവരാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഒരു അഡ്മിഷൻ ആയിരിക്കും. ഈ ലോകത്തിൽ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ എന്റെ മോക്ക് ഒരു അഡ്മിഷൻ വേണം, അവൾ നന്നായിട്ട് പഠിക്കുന്ന വച്ചാന്നിരിക്കട്ടെ. ആ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തു, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഭയങ്കര പ്രാർത്ഥനയാണ്. 40 ദിവസം ഇരിക്കുന്നു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 12 മണിക്കത്തെ ഈ മീറ്റിങ്ങിന് ഇരിക്കുന്നു. എല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഒറ്റ ചിന്ത, മോടെ അഡ്മിഷൻ കിട്ടണം. അതിലാണ് നിങ്ങളുടെ സന്തോഷം ഇരിക്കുന്നത്. എന്റെ ക്വസ്റ്റ്യൻ ഇതാ, ഇന്ന് രാത്രി നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ എത്ര മണിയാണെന്ന് എനിക്കറിയാം. ഇവിടെ രാവിലെ ഞങ്ങൾക്ക് 10. ഇപ്പൊ എക്സാമ്പിൾ ഒരു 12:30 ആയിരിക്കട്ടെ. 12:30 നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞൊരു ഇമെയിൽ വന്നു. നിങ്ങൾ ഇത്രയും നാൾ ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും കാത്തിരുന്നതും ആ ഒരു സന്ദർഭത്തിന് വേണ്ടി നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പിയാണ്. 12:27 നിങ്ങളുടെ കയ്യിൽ മെയിൽ കിട്ടി, നിങ്ങൾ അത് വായിച്ചു, നിങ്ങൾ ഹാപ്പി ആയിട്ടിരുന്നു. 12:28 ആയപ്പം കർത്താവ് വന്നു, നിങ്ങൾ പോയില്ല, നിങ്ങളുടെ മോളും പോയില്ല. ഇരിക്കട്ടെ, ഈ യൂണിവേഴ്സിറ്റി അഡ്മിഷനും കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പറ, പ്രയോജനമുണ്ടോ സിസ്റ്ററെ? സന്തോഷിക്കാൻ പറ്റുമോ? ഫേബർ സിസ്റ്റർ ഒന്ന് പറഞ്ഞേ, സന്തോഷിക്കാൻ പറ്റുമോ? ആ 1 മിനിറ്റ് സന്തോഷിച്ചു, പിന്നെയുള്ള വേദന ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് വന്ന് പോയില്ല. ക്വസ്റ്റ്യൻ ഇതാ, കർത്താവേ ഞാൻ പ്രാർത്ഥിച്ച അഡ്മിഷൻ എനിക്ക് കിട്ടി. അപ്പൊ എന്റെ വിചാരം ഞാനും കർത്താവുമായിട്ട് ബന്ധമുണ്ടെന്നാ. ഇതെന്താ എന്നെ കൊണ്ടുപോകാനെന്ന് ചോദിച്ചാൽ കർത്താവ് പറയും, മോളെ, ലോകത്തിലെ പല കാര്യങ്ങളെ കുറിച്ച് നീ പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു, കാര്യം ശരിയാ. പക്ഷെ എന്റെ അടുക്കിലേക്ക് വരാനുള്ള വിശ്വാസം ഉണ്ടല്ലോ, അത് നിന്നിൽ നഷ്ടപ്പെട്ടു പോയി. നിനക്ക് എന്നിൽ ഞാനുമായിട്ട് ആ ബന്ധമില്ലാണ്ടായി പോയെന്ന് പറയും. ഞാൻ അങ്ങനെയുള്ളവരെ കാണുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് കർത്താവുമായിട്ട് ബന്ധമില്ലാതെയും പ്രസംഗിക്കാം, കർത്താവുമായിട്ട് ബന്ധമില്ലാതെയും പ്രാർത്ഥിക്കാം. പ്രസംഗിക്കാൻ കർത്താവുമായിട്ട് ബന്ധമൊന്നും വേണ്ട. ഞാൻ അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ബന്ധം ഒന്നും വേണ്ട. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനോട് പ്രസംഗിക്കുന്ന കാര്യം പറഞ്ഞപ്പത്തിന് ഞങ്ങളുടെ ആനിവേഴ്സറി വരും. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചടാ, എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യടാ. ഞാൻ ചിന്തിക്കും ഒരു മെസ്സേജ് പറഞ്ഞാലോ. ഞാൻ ചോദിച്ചാ, നീ മെസ്സേജ് പറയോ? ചേച്ചി എളുപ്പമല്ലേ? എന്തുവാ? AI പറഞ്ഞാൽ മതി, മെസ്സേജ് തയ്യാറാക്കി തരും. അപ്പൊ ഞാൻ ഓർത്തെ, അതെങ്ങനെയാ? അപ്പൊ അവൻ എനിക്ക് ഈ സിസ്റ്റം ഒന്നും അറിയത്തില്ല. കൊച്ചെനിക്ക് കാണിച്ചു തരുമോ? AI പറയുക, കെൻ യു മേക്ക് എ മെസ്സേജ് ഓൺ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് വരുന്നു. വിത്ത് ഗോസ്പലിനകത്തുനിന്നും എപ്പിസ്റ്റൽസിനകത്തുനിന്നും എല്ലാം റെഫറൻസ് സഹിതം വരുന്നുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, എത്ര പേജ് വേണം? ഞാൻ ഷോക്കായി പോയി. ഞാൻ ഓർത്തെ, ഇങ്ങനെയും മെസ്സേജ് ഒക്കെ വരുമോ? അതും പെർഫെക്റ്റ് ഇൻട്രൊഡക്ഷൻ ടു കൺക്ലൂഷൻ വരെയുണ്ട്. ഞാൻ ഷോക്കായി പോയി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മെസ്സേജിനൊന്നും ഇനിയിപ്പം ആത്മാവൊന്നും വേണമെന്നില്ല, മെസ്സേജ് കിട്ടും. ഭയങ്കര അടിപൊളി മെസ്സേജുകളാ.
പക്ഷെ ഞാൻ ചോദിക്കുന്ന, എനിക്ക് അവിടെ ബന്ധമില്ലെങ്കിൽ ദൈവമക്കളെ നമ്മൾ ഭയക്കണം. ഞാൻ ഈ പറയുന്നത് രാത്രി 12 മണിക്ക് സിസ്റ്റർ പിന്നെ വിളിച്ച് ചോദിക്കരുത്, എന്തിനാ സിസ്റ്റർ വിളിച്ചോണ്ട് വന്നേ? മര്യാദയ്ക്ക് സമാധാനത്തോടെ ഇരിക്കുമായിരുന്നു. 12 മണി ആയപ്പോഴത്തേന് നല്ലൊരു പ്രാർത്ഥനയ്ക്ക് കയറുന്നപ്പോൾ അതാണ് എന്നെ പേടിപ്പിച്ചു, കർത്താവ് വന്ന് പോയില്ലെന്നൊക്കെ പറഞ്ഞ് ഇതാണ് പേടിപ്പിക്കുന്ന സിസ്റ്റർ എന്ന് പറഞ്ഞ് സിസ്റ്ററുടെ മേളിൽ കയറി എന്നോട് പറഞ്ഞ വചനം ഞാൻ പറയുക. കാരണം എന്നോട് കർത്താവ് പറയുന്നു, ചിലർ ഇതിനകത്ത് ഒരുങ്ങിയിട്ടില്ല. കർത്താവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധത്തിലേക്ക് ജനം മടങ്ങി വരണം. ആ ഒരു മെസ്സേജ് പറയാനാ കർത്താവ് എന്നെ ഈ കാലഘട്ടത്തിൽ എന്നെ ഒരുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുക, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ കുറെ കാര്യങ്ങൾ കിട്ടി. നിങ്ങൾക്ക് വീട് കിട്ടി, കാറ് കിട്ടി, മക്കളുടെ കല്യാണം നടന്നു, എല്ലാം സെറ്റിലായി ഹാപ്പി ആയിട്ട് സോഫായിൽ ഇങ്ങനെ ഇരുന്ന് ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ ചോദ്യം ഇതാ, സഹോദരി സഹോദര, നിങ്ങൾ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ തയ്യാറായിട്ടുണ്ടോ? എണ്ണയുണ്ടോ വിളക്കിൽ? റെഡി ആയിട്ടുണ്ടോ? ഇല്ല. എവിടെയോ ഒരു ടെൻഷൻ ഉണ്ട്. കർത്താവ് എന്നാൽ ഞാൻ പോകുമോ എന്നൊരു ഡൗട്ടിൽ ഇരിക്കുന്ന, അതിന്റെ അർത്ഥം വിശ്വാസം ഉള്ളിൽ കുറഞ്ഞിട്ടുണ്ട്. വിശ്വാസം എന്ന ലിങ്ക് ഇല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എന്ത് വിശ്വസിക്കണം? കർത്താവ് എന്റെ രക്ഷിതാവാന്ന് വിശ്വസിക്കണം. 2, കർത്താവ് എന്റെ പ്രാണപ്രിയൻ, എന്റെ മണവാളനാന്ന് വിശ്വസിക്കണം. ഞാൻ ആരാന്ന് വിശ്വസിക്കണം. ഞാൻ കർത്താവിന്റെ മണവാട്ടിയാണെന്ന് വിശ്വസിക്കണം. ഈ വിശ്വാസവും കണക്ഷനും ഇല്ലാതെ ഈ ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ നന്മകൾ തന്നാലും വിശ്വാസം കൂടാതെ അങ്ങോട്ട് എത്തത്തില്ല. ഈ നന്മ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഈ ഭൂമിയിൽ ഇനി നിങ്ങൾ മില്യനർ അല്ല ബില്യനർ ആയാലും കർത്താവ് വന്ന് പോയില്ലെങ്കിൽ നമ്മളെ പോലെ ഹതഭാഗ്യരായവരാരുമില്ല. ദൈവമക്കളെ, നിങ്ങൾ അത് ഓർക്കണം, ഭയക്കണം. കർത്താവിന്റെ വരവടുത്തു. വിശ്വാസമില്ലെങ്കിൽ പോകത്തില്ല. എവിടെയാ അത് എഴുതിയിരിക്കുന്നത്? ഈ വാക്യം നിങ്ങൾ ഒരു 3-4 വട്ടം റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. വെയിറ്റിംഗ് പീരീഡാ. വാഗ്ദത്തം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നിത്യത എന്ന വാഗ്ദത്തമാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. അതിനുവേണ്ടി എന്ത് വേണം? സഹിഷ്ണുത വേണം. ഈ സഹിഷ്ണുത കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഏതി കൂടിയാന്ന് പറയാം. ഈ ഭൂമിയിലെ വാസത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ കൂടിയാണ് സഹിഷ്ണുത പഠിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്നു, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സാഹചര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടും കുടുംബജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് വരുന്ന വാക്കുകളും, ഇതൊക്കെ നമ്മൾക്ക് ഫ്രസ്ട്രേഷൻ തരും, സ്ട്രെസ് തരും. ഈ സ്ട്രെസ് ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അറിയാം നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം നമ്മളെ ഇത് കൂട്ടുവാണോ കുറയ്ക്കുവാണെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ലോക ജീവിതത്തിലെ കഷ്ടതകൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നറിയോ? കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുക ചെയ്യേണ്ടത്. എന്നാൽ ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന് പറ്റിയിരിക്കുന്നത് അടുപ്പിക്കുന്നതിന് പകരം നമ്മളെ അകറ്റിക്കൊണ്ടു പോവുക. ഇതെന്താ എന്റെ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? നമ്മുടെ വിചാരം നമ്മൾ ചോദിക്കുന്നത് പോലത്തെ മറുപടി കർത്താവ് തരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നാണ്. ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം, സാവധാനത്തിൽ പറഞ്ഞു തരിക. കർത്താവിന് 3 ആൻസേഴ്സ് ഉണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. 1 യെസ്, 2 നോ, 3 വെയിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? യെസ് കിട്ടാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നോ കേട്ടാൽ ഭയങ്കര വിഷമമാണ്, വെയിറ്റ് എന്ന് പറഞ്ഞാൽ ദേഷ്യവും. മനസ്സിലായോ? യെസ് സന്തോഷം, നോ വിഷമം വരുത്തും, ഭയങ്കര തകർച്ച വരുത്തും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും നമുക്ക്. കാരണം വെയിറ്റിംഗ് നമുക്ക് ഇഷ്ടമല്ല. കാരണം എന്താണെന്നറിയോ? നമ്മുടെ കുറ്റമല്ല, നമ്മളിപ്പോ ഒത്തിരി മോഡേണൈസ്ഡ് ആയിപ്പോയി. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ മമ്മി വിശക്കുന്നു എന്ന് പറഞ്ഞാൽ വിത്തിൻ 2 മിനിറ്റ്സ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ പ്ലേറ്റിൽ എത്തിയിരിക്കണം, ഇല്ലെങ്കിൽ ക്ഷമയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒട്ടും ക്ഷമയില്ല. കാരണം എന്തറിയോ? അവര് ജീവിക്കുന്ന കാലഘട്ടത്തിൽ മൈക്രോവേവ് ഉണ്ട്, ഓവൻ ഉണ്ട്, വിത്തിൻ 2 മിനിറ്റ്സ് അല്ലെങ്കിൽ എയർ ഫ്രയർ ഉണ്ട്. ദേ ആർ യൂസ്ഡ് ടു ദാറ്റ്. 2 മിനിറ്റ്സ് കൈ കഴുകി പല്ല് തേച്ച് വരുമ്പോൾ റെഡി ആയിരുന്ന ഒരു കാലഘട്ടം. പെട്ടെന്ന് ഞാൻ പറയാം, നോ മോനെ വെയിറ്റ്, ഐ ഹാവ് ടു കുക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും നേരം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. അതിൽ അപ്പുറം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊക്കെ ഇപ്പൊ എനിക്കൊന്നും, ഞാനും ചേച്ചിമാരൊക്കെ ഏകദേശം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചവരാണല്ലോ. 1990s തൊട്ടുള്ള കാലഘട്ടം നമുക്കറിയാലോ. ആ കാലഘട്ടത്തിലൊക്കെ ഇന്റർനെറ്റ് ഒക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റ് എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ പഠിച്ചു വന്ന് നഴ്സിംഗ് ഒക്കെ പോയ സമയത്ത് ഓർക്കൂട്ടിന്റെ ഒക്കെ കാലം അല്ലെ വന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു ഫയലൊക്കെ ഡൗൺലോഡ് ആയി വരാൻ എത്ര സമയം എടുക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ഫോട്ടോ ഡൗൺലോഡ് ആയി വരിക, ആദ്യം തലമുടി വരും, പിന്നെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെറ്റ് വരും, പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞായിരിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഡൗൺലോഡ് ചെയ്ത് ഓരോ ഫോട്ടോ ഒക്കെ ഡൗൺലോഡ് ആയി വരുന്നത്. സമയം എടുക്കുക. പക്ഷെ അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ നമുക്കൊരു ക്ഷമയുണ്ടായിരുന്നു എന്നല്ലേ? ഇന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് എന്തെങ്കിലും വീഡിയോയോ ഫോട്ടോയോ കണ്ടോണ്ടിരിക്കുമ്പോൾ അതൊന്ന് നെറ്റ്വർക്ക് പോയി ഇങ്ങനെ ഒന്ന് കറങ്ങി വരാൻ സമയം എടുത്താൽ നമുക്ക് പേഷ്യൻസ് ഇല്ല. നമുക്കങ്ങ് ഇത് എന്തൊരു കഷ്ടമാ. കാരണം എന്താ? പേഷ്യൻസ് ഇല്ല. ഈ പേഷ്യൻസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ കർത്താവ് പറയുക, മക്കളെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം
നമ്മുടെ ഉള്ളിൽ, ഞാൻ പറഞ്ഞത് വിശ്വാസത്തിന്റെ ലെവലാണ്, വിശ്വാസത്തിന് എവിടെയോ ഒരു വ്യതിചലനം വരുന്നുണ്ട്. കാരണം അപ്പൻ റെഡിയാക്കി വെച്ചേക്കുക നിങ്ങളുടെ ആൻസർ, അത് കയ്യിലോട്ട് വരാൻ ഒരു ഇച്ചിരി സമയം എടുക്കും എന്ന് പറയുന്നതിന്റെ കാര്യം ചോദിക്കും. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കൂടുതലും സഹോദരിമാരാ കയറിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുക. നമ്മുടെയൊക്കെ നാട്ടിൽ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കുന്നതും നമ്മൾ യൂറോപ്പിലോ ഇംഗ്ലണ്ടിലോ യുഎസിലോ എവിടെയായിരുന്നാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നതിന്റെ രണ്ട് വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയും. ഇന്ന് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുന്നു, ഡീപ് ഫ്രോസ്റ്റ് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നല്ലേ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അമ്മച്ചിമാരും അമ്മമാരും വീട്ടിൽ അടുപ്പിൽ കുക്ക് ചെയ്യുന്ന ഇറച്ചിക്കറിയും മീൻകറിയും കഴിക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഫ്രോസൺ ആയത് മേടിച്ചിട്ട് മൈക്രോവേവ് വെച്ച് ചൂടാക്കി കഴിക്കാനാണോ ഏറ്റവും ഇഷ്ടം? നാട്ടിലെ അടുപ്പിലുണ്ടാക്കുന്നത് എനിക്കതാ ഇഷ്ടം. അതിനൊരു പ്രത്യേക രുചിയാ. എന്താണെന്നറിയോ? അതിന് ഇച്ചിരി സമയമെടുക്കും. വിറക് കീറിക്കൊണ്ട് വരണം, തീ കത്തിക്കണം, പാത്രം കഴുകണം, കപ്പ പൊളിക്കണം, ഇതിനൊക്കെ സമയമെടുക്കും. പക്ഷെ സമയം എടുത്ത് തരുന്നത് എല്ലാത്തിനും ഒരു രുചിയുണ്ട്, ഒരു ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേകതയുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന ഓരോന്നിനും വെയിറ്റിംഗ് പീരീഡിന് ഒരു സമയമുണ്ട്. ദൈവം എന്നെ അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് തന്ന ഒരു നന്മയായിരുന്നു എൻ്റെ വിവാഹം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് എന്തുകൊണ്ട് എന്റെ വിവാഹം വൈകുന്നു എന്ന്. എന്നാൽ വൈകി കിട്ടിയതുകൊണ്ട് ഞാൻ പറയും ഏറ്റവും ശ്രേഷ്ഠമായത് എനിക്ക് തന്നത്, ഏറ്റവും ശ്രേഷ്ഠകരമായത്. വൈകി പോയി. പക്ഷെ വന്നപ്പോ പെട്ടെന്നായിരുന്നു അതിന്റെ ആൻസർ. വിത്തിൻ 5 days കൊണ്ട് പെണ്ണ് കണ്ടു, കല്യാണം നടന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവേ പലതിനോടും കർത്താവ് നോ പറഞ്ഞതിന് നന്ദി. ഓരോ കല്യാണാലോചന വരുമ്പോൾ ഇപ്പൊ നടക്കൂന്ന് പറഞ്ഞ് എല്ലാം വന്നു കഴിഞ്ഞിട്ട് കർത്താവ് പറയും നോ, അതല്ലെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം വന്നിട്ടുണ്ട്. കർത്താവ് എന്തിനാ നോ പറയുന്നത്? എന്റെ കൂടെയുള്ള എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു, എന്നെ എല്ലാവരും എനിക്ക് നമ്മൾക്ക് പലപ്പോഴും ഈ മറുപടി എന്തിനാന്ന് ചോദിച്ചു പെട്ടെന്ന് എന്തിനാ സിസ്റ്റർ ഇത്ര ധൃതി പിടിച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് മറുപടിയേക്കാൾ പ്രശ്നം എന്നാന്നറിയോ? ചുറ്റുമുള്ളവർ എന്ത് പറയും എന്നുള്ളത്. പല പ്രാർത്ഥനകളുടെയും മറുപടിയുടെ പ്രശ്നമാണ്. സീരിയസ്ലി ഞാൻ പറയാം, ശരിക്കും നമ്മളോട് തന്നെ ചോദിച്ചേ, ഇപ്പൊ ഞാൻ ഈ ഇരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി ശരിക്കും എനിക്ക് ആവശ്യം ഉണ്ടായിട്ടാണോ ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതോ മറ്റുള്ളവരുടെ വാക്ക് പേടിച്ചിട്ടാണോ? കൂടുതൽ ആൾക്കാരുടെയും പ്രാർത്ഥനയുടെ പ്രശ്നം എന്നാന്ന് ഞാൻ പറയാം, ചുറ്റുമുള്ളവർ എന്നെ ചോദ്യം ചെയ്യരുത്. ചുറ്റുമുള്ളവരുടെ മുമ്പിൽ ഞാൻ പെർഫെക്റ്റ് ആണ്. ചുറ്റുമുള്ളവരുടെ മുമ്പിൽ, എന്റെ സഭയുടെ മുമ്പിൽ, എന്റെ വിശ്വാസികളുടെ മുമ്പിൽ കണ്ടോ അവള് പ്രാർത്ഥിച്ചു, അവൾക്ക് ഉത്തരം കിട്ടിയെന്ന് എല്ലാവരും പറയണം. എങ്ങാനും വൈകിയാൽ ആൾക്കാര് വിചാരിക്കും എനിക്കും ദൈവത്തിനും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊരു എന്താ പറയുന്ന ഒരു കോംപ്ലക്സ്, ഈഗോന്ന് എന്തോ നമ്മുടെ ഉള്ളിൽ വരും. അപ്പൊ എന്താ പറ്റുന്നറിയാമോ? നമ്മുടെ ശരിക്കുമുള്ള നമ്മുടെ വിചാരം കർത്താവിന് അറിയാം. പല പ്രാർത്ഥനകളും നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാനാണ്. ഞാൻ തുറന്നു പറയുക. കാരണം പലരും എന്നോട് പ്രാർത്ഥന വിഷയങ്ങൾ പറയുമ്പോൾ ആദ്യം പറഞ്ഞ വാക്കാണ്, സിസ്റ്ററെ എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിന് മറുപടി കിട്ടിയേ പറ്റത്തുള്ളൂ. ഞാൻ ചോദിക്കും എന്താ കാര്യമെന്ന് ഞാൻ ചോദിക്കും. കെൻ യു വെയിറ്റ്? അയ്യോ സിസ്റ്ററെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ചുറ്റുമുള്ളവരെല്ലാം എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ശരിക്കും അപ്പൊ പ്രശ്നമല്ല, കളിയാക്കൽ നിൽക്കാൻ ഈ വിഷയത്തിന് മറുപടി വേണം. ദൈവമക്കളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അതും കൂടെ പറയാം, നിങ്ങൾക്ക് ഒരു ആശ്വാസം ഞാൻ പറയാം. നിങ്ങളുടെ പല വിഷയങ്ങൾക്ക് മറുപടി കിട്ടാത്തതിന്റെ കാര്യം, നമ്മൾ ദൈവസന്നിധി പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് കർത്താവിനെ മൈൻഡ് ഇല്ല, നമുക്ക് കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ച് കെയറില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥനാ വാക്കുകൾ എന്താ പറയുക, അപ്പൊ മറ്റുള്ളവർ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ, ദുഷിക്കുന്നവരുടെ മുമ്പിൽ എന്റെ മുഖത്തെ അങ്ങ് മാനിക്കണം, എന്റെ മുഖത്തെ മാനിക്കണം, എനിക്കൊരു മഹത്വം വരണം, ഞാൻ ജീവനുള്ള ദൈവത്തെ വിളിക്കുന്നെന്ന് മറ്റുള്ളവർ അറിയണം. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. പകരം കർത്താവേ അങ്ങയുടെ നാമം മഹത്വപ്പെടേണ്ടതിന് എനിക്ക് ഈ വിഷയത്തിന്റെ മേൽ മറുപടി തരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥനാ രീതികളൊക്കെ മാറി. മാർത്തയുടെയും മറിയയുടെ അടുക്കൽ യേശു വരാതിരുന്നപ്പോൾ അവർക്ക് വിഷമമുണ്ട്. പ്രാർത്ഥനയുടെ മറുപടി വൈകി, അവരുദ്ദേശിച്ച സമയത്ത് കിട്ടിയില്ല, ഉദ്ദേശിച്ചത് പോലെയും കിട്ടിയില്ല, അല്ലെ? ഉദ്ദേശിച്ച സമയത്തും കിട്ടിയില്ല, ഉദ്ദേശിച്ചതുപോലെയും കിട്ടിയില്ല. അവര് മനസ്സ് മടുത്തിരിക്കുമ്പോൾ കർത്താവ് പറയും, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അല്ലെ? വിശ്വസിച്ചാൽ നീ മഹത്വം കാണുമെന്ന് പറഞ്ഞ ആരുടെ മഹത്വം? മാർത്തേ, നിങ്ങളുടെ മഹത്വം നാട്ടുകാർ കാണും. എന്നെ വീട്ടിൽ കൈക്കൊണ്ടത് കൊണ്ടുള്ളത്, എന്നെ വീട്ടിൽ കൈക്കൊണ്ട് ഭക്ഷണം തന്നുകൊണ്ട്, മാർത്തേ നീ കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കിയത് കൊണ്ട് നിന്റെ മഹത്വം ഞാൻ ഈ ദേശത്തെ അറിയിക്കുന്നതാണ് കർത്താവ് പറഞ്ഞെന്താ? നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിനക്ക് കാണാം. ഇന്ന് വെച്ചാൽ ചുറ്റുമുള്ളവർ നിങ്ങള് കർത്താവിന്റെ മക്കളാണെന്ന് അവർക്ക് അറിയും, പക്ഷെ മഹത്വം കിട്ടേണ്ടത് ദൈവത്തിന്. ഇന്ന് പലരുടെയും പ്രാർത്ഥനകളുടെ വൈകുന്നതിന്റെ കാര്യം ദൈവത്തിനല്ല മഹത്വം കിട്ടുന്നത്, പകരം കിട്ടുന്ന ഡോക്ടർക്ക് മഹത്വമുണ്ട്. മനസ്സിലായോ? ഡോക്ടർക്ക് മഹത്വം,
ഏജൻസിക്ക് മഹത്വം. ആ ഏജൻസി വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് വിസ കിട്ടിയത്. മനസ്സിലായോ? ആ ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടാണ് എൻ്റെ രോഗം മാറിയത്. ഞാൻ പലരും പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് ഞാൻ പറയുക. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ശാന്തമായിട്ട് ഈ വചനം പറഞ്ഞ നിങ്ങളുടെ ഉള്ളിൽ ഇതൊന്ന് കേറണേ. മഹത്വം കർത്താവിന് മാത്രം കിട്ടണം. എൻ്റെ ചുറ്റുമുള്ളവർ എൻ്റെ ദൈവം ജീവനുള്ള ദൈവം എന്ന് പറയണം. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന മിറക്കിൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കർത്താവിനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർ പറയണം, യോ അവരുടെ ദൈവം ജീവനുള്ള ദൈവമാ, ആ ദൈവത്തെ നമുക്കും വേണമെന്ന് പറയണം. ഈ ബൈബിളിൽ പുതിയ നിയമത്തിൽ നമ്മൾ എവിടെ വായിച്ചാലും കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്തതായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാൽ ഇന്നത്തെ വിശ്വാസ സമൂഹമേ, ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തി പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഡിഫറെന്റ് ആയി മാറി. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്റെ മഹത്വം, എന്റെ തല ഉയർന്നിരിക്കണം, എന്നെ മറ്റുള്ളവർ മാനിക്കണം, എനിക്ക് മഹത്വം കിട്ടണം. കർത്താവ് പറയാ നോ, അതുകൊണ്ടാ വൈകുന്നത്. കർത്താവ് അപ്പൊ വൈകിക്കുമ്പോ നടക്കുന്ന കാര്യം നമ്മളെ ചെത്തും. മനസ്സിലായോ ഞാൻ പറയുന്നത്? നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥനകളുടെ മറുപടി കിട്ടാതെ. ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു വിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 2 മഹത്വം മാറി. മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരിക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും. കർത്താവ്, ഇപ്പൊ എക്സാമ്പിൾ, എൻ്റെ കല്യാണം നടക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ച സമയത്ത്, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ കല്യാണം നടക്കണമെന്നാണ്. വാഗുണ്ട് വരുന്ന എൻ്റെ കല്യാണം നടക്കണം, കർത്താവെ അങ്ങ് പറയുന്ന കർത്താവെ അങ്ങ് കൊണ്ടുവരുന്നവൻ, ഇങ്ങനെയൊക്കെയാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ അങ്ങയുടെ ഇഷ്ടം മതി, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട. അപ്പൊ ചുറ്റുമുള്ളവർ കേൾക്കുമ്പോൾ ആ കൊച്ചു ദൈവ ഇഷ്ടത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. കേട്ടോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ ചുറ്റുമുള്ളവർക്ക് തോന്നും, അക്സമോൾ ആ കൊച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവിന് ഹിതമുള്ള ഒരു ചെറുക്കന് വേണ്ടിയാ, അവർക്ക് ഒരു ഡിമാൻഡും ഇല്ലെന്ന് തോന്നും. എന്നാൽ ഒരു കല്യാണാലോചന ഇങ്ങോട്ട് വരട്ടെ, അപ്പ ഇറങ്ങും ഡിമാൻഡുകളൊക്കെ ഇങ്ങോട്ട്. ആര് പ്രാർത്ഥിക്കുക? എന്നോട് വിവാഹ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാക്കൾ പറയുന്ന ഒരു കാര്യം, മോളെ ദൈവഹിത പ്രകാരമുള്ള ഒരു ചെറുക്കം മതി മോളൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കും. ചിലപ്പോൾ ഒരു ആലോചന എന്തെങ്കിലും ദൈവാത്മാവ് തരുവാണെങ്കിൽ ഞാൻ പറയും. ഒരു കല്യാണാലോചന എന്തെങ്കിലും വന്ന് അവരെയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പറയും, മോളെ അത് വേണ്ട കേട്ടോ, കാരണം മോള് ഡോക്ടറാ, ഞങ്ങൾ ഡോക്ടറെയാ നോക്കുന്നതെന്ന് പറയും. അപ്പൊ ചോദിച്ചത് എന്താ? ദൈവത്തിന്റെ ഇഷ്ടം. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? മനസ്സിലായോ? ഇതിന് ഒരു വചനം ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ബൈബിളിൽ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു, യഹോവയോട് അപേക്ഷിച്ചു. അടുത്ത വാക്ക് എന്താന്ന് കണ്ടോ? അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒരു കാര്യം ഞാൻ അപേക്ഷിച്ചു, പറഞ്ഞു പുറത്തോട്ട്, അത് തന്നെ എൻ്റെ ഹൃദയത്തിന് മാറ്റമൊന്നുമില്ല. എന്നാൽ ഇന്ന് മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരിക. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടികൾ വൈകുന്നതിന് മൂന്നാമത്തെ കാരണം, പ്രാർത്ഥിക്കുന്നതൊന്നും ആഗ്രഹിക്കുന്നത് മറ്റൊന്നും, രണ്ടും കൂടി ഏകീഭവിച്ച് വരുന്നില്ല. മനസ്സിലായോ? അതായത് കർത്താവെ എനിക്ക് ജോലിയില്ല, കർത്താവിന് ഇഷ്ടമുള്ളിടത്ത് എനിക്ക് ജോലി തരണേ. ഞാൻ ഇതിനൊക്കെ എൻ്റെ അനുഭവം പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ വിവാഹത്തിലേക്ക് ഞാൻ ആദ്യം വരാം, അല്ലെങ്കിൽ വേണ്ട, അതിന് മുമ്പുള്ളൊരു കാര്യം പറയാം, എന്തെങ്കിലും കരിയർ ചൂസ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ. ഇപ്പൊ ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ 12th കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊരു ടീച്ചർ ആവണമെന്നുള്ളത്. വലിയ പിള്ളേരെ എൻ്റെ ടെസ്റ്റ് മണി കേട്ടവർ കാണാം, എന്നാലും ഞാനൊന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയും. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ടീച്ചർ ആവണം എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അപ്പൊ എന്നെ ഒന്ന് ടീച്ചർ ആക്കണേ, അപ്പൊ എന്റെ ആഗ്രഹം ടീച്ചർ ആവണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഇതേപോലെ പരിശുദ്ധാത്മാ ഒരു ദേവദാസനെ കൂടെ പറഞ്ഞില്ല, നിന്നെ നഴ്സിംഗിന് വിടുക എന്ന് പറഞ്ഞു. പിന്നെ നഴ്സിംഗിലേക്ക് പോവാന്ന് പറയുന്നതിന് മുമ്പ് വരെ എന്റെ ആഗ്രഹം ടീച്ചർ ആവണം. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എനിക്ക് ടീച്ചർ ആവാനുള്ള വഴികൾ എന്തെങ്കിലും തുറന്നാണ്, എനിക്ക് പഠിക്കാനുള്ള വഴികൾ തുറന്നാണ്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ വേറെ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നില്ല, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം നടന്നത്. അത് നമ്മളൊരു റൂട്ടീനായി പോയി. നമ്മൾ പെന്തക്കോസ്തുകാർക്ക് അതൊരു പ്രാർത്ഥനയുടെ ഒരു ശൈലിയായി മാറി. ശൈലിയാ. നമുക്കത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തോ ഒരു പ്രാർത്ഥന പൂർണ്ണതയല്ല. അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിക്കും, കർത്താവ് എങ്കിലും എന്റെ ഇഷ്ടമല്ലപ്പാ അങ്ങയുടെ ഹിതം മതി. അന്നൊരു പാട്ടും പാടും, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അങ്ങയുടെ ഇഷ്ടം മതി, ഇതൊക്കെ പാടും. എപ്പോൾ ദൈവാത്മാവ് പറഞ്ഞോ നഴ്സിംഗ് ആണെന്ന് പറഞ്ഞു, അപ്പൊ എന്റെ തനിനിറം പുറത്തു പോകും. എന്തുവാ? ദേഷ്യം വരാൻ തുടങ്ങി, വിഷമം വരാൻ തുടങ്ങി, വീട്ടിൽ വന്നിട്ട് പൂരം ബഹളം. ഇതെന്തുവാ മമ്മി ഇത്? ഞാൻ മരുന്ന് ഉപയോഗിക്കാത്ത എന്നോട് എന്തിനാ കർത്താവ് നഴ്സിംഗിന് പോകാൻ പറഞ്ഞു? മോശയുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. മോശ രാജകുമാരനായിട്ട് വളരേണ്ടവനാ. ഇപ്പൊ ആരാ മോശ നീ? നിന്നെ എന്തിനാ ദൈവം മരുഭൂമി വിട്ടത്? നിന്നെ എന്തിനാ ആട്ടിടയനാക്കിയെന്ന് ചോദിച്ചാൽ മോശ പറയും, എനിക്കറിയത്തില്ല. എന്തോ ഒരു പർപ്പസ് ഉണ്ട്. ഞാൻ ഇപ്പോഴും പറയും, ബൈബിളിൽ ഏത് ലീഡേഴ്സിനെ നിങ്ങൾ പഴയ നിയമത്തിൽ നോക്കിയാൽ ആദ്യം ഏൽപ്പിച്ചത് ആടുകളെ അവരെ.
മനസ്സിലായി? ആടുകളും മനുഷ്യരും തമ്മിൽ നല്ല ബന്ധമുണ്ട്. എൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ്, ഒരു ഇടയൻ എന്നാ പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എൻ്റെ പപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യം, വിശ്വാസ സഭയിൽ പറയും, കോരാടുണ്ട്, മുട്ടനാടുണ്ട്, കുഞ്ഞാടുണ്ട്, ചെമ്മരിയാടുണ്ട് എന്നൊക്കെ പറയും. പപ്പ പറഞ്ഞ സത്യമാണ്. മുട്ടനാടുണ്ട്. മുട്ടനാടിന്റെ പ്രത്യേകത എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കും. ദൈവദാസനിട്ടും കുത്തും, കൂടെ ഉള്ളവർക്കിട്ടും കുത്തും. മനസ്സിലായി? മുട്ടനാടുകളുടെ സ്വഭാവം അതാ. മനസ്സിലായോ? അത് എന്തായാലും അവർ പ്രസംഗത്തിൽ കൂടെ കുത്തും, അല്ലെങ്കിൽ വാക്കുകളിൽ കൂടെ കുത്തും. അങ്ങനെയുള്ളവരുണ്ട്. സഭയെന്ന് പറയുമ്പോൾ അതാ പറഞ്ഞ ഇടയന്റെ ചുമതല അതാ. ഇവരെ എല്ലാം ഒരുമിച്ച് എന്ത് ചെയ്യണം? വടിയും കോലും ഒക്കെ കൊടുത്തു കൊണ്ടുപോകണം. മനസ്സിലാകുന്നല്ലോ? അപ്പം പല ആടുകളാ. ഇതുപോലെ ഈ ആടുകളെ മേയ്ക്കാൻ ഓർത്തേ, ദൈവത്തിന്റെ പദ്ധതി നിങ്ങളൊന്ന് ഓർത്തേ. മോശെ ഓടിച്ച് ആദ്യം ഒരു ട്രെയിനിങ്ങിനെ വിട്ട് അവിടെ ആടുകളെ മേയ്പ്പിച്ച് ക്ഷമ പഠിപ്പിച്ചു. ഒറ്റ അടിക്ക് ദേഷ്യം വന്ന ഒറ്റ അടിക്ക് കൊല്ലാൻ കഴിവുള്ളവനാ മോശ. ഞാൻ ഓർത്തിട്ടുണ്ട്, മിസ്രൈമിൽ രാജകുമാരനായിട്ട് ഇരുന്നപ്പോ തന്നെ ഈ ഇസ്രായേൽ ജനത്തെ അങ്ങോട്ട് കയ്യിലോട്ട് കൊടുത്താൽ പറ്റുന്ന എന്താണെന്ന് സിസ്റ്റർമാർക്ക് എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ? മോശ രാജകുമാരനായിരുന്ന സമയത്ത് തന്നെ കർത്താവ് അവിടെ വെച്ച് തന്നെ സെപ്പറേറ്റ് ചെയ്തു. മോനെ, നീ ഇപ്പൊ എന്തായാലും കൊട്ടാരത്തില്ല. ശരിക്കും ഞാനാണെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാനാണ് എങ്ങനെ ചെയ്തു? എന്തിനാ മരുഭൂമി കൊണ്ടുപോയി പിന്നെ തിരിച്ചു കൊണ്ടുവരുന്നത്? അതിനൊക്കെ നല്ല കൊട്ടാരത്തിൽ ഇരിക്കുമ്പോ തന്നെ അവന് അതോറിറ്റി ഉള്ളപ്പോ തന്നെ എന്റെ ജനത്തെ വിട്ടുതരൂ എന്ന് പറഞ്ഞ് ഫറവോനോട് വേണം മല്ലിട്ട് അമ്മയെ കൊണ്ട് പറയിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെയെന്ന് എന്റെ ചോദ്യം. ചെയ്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? 1,00,000 ഉദാഹരണം ഞാൻ പറയും. ഇപ്പൊ 1,00,000 ആൾക്കാർ, 1,35,000 ആൾക്കാരുമായിട്ട് മോശ ഇറങ്ങിയെന്നിരിക്കട്ടെ. ഒരു ഉദാഹരണം ഞാൻ പറയുക. ഒരുത്തൻ വന്ന് മോശയോട് ഈ വഴിയല്ല പോകേണ്ടത്, ഈ വഴിയാന്ന് പറയുമ്പോൾ ദേഷ്യം വരും മോശയ്ക്ക്. ഒറ്റ അടിക്ക് ആദ്യത്തെ ഒരുത്തനെ കൊല്ലും. ശരിക്കും കനാൻ ദേശത്ത് വരുമ്പോ ഉണ്ടല്ലോ, മോശയും 1-2 പേരെ കാണത്തുള്ളൂ. ബാക്കി എല്ലാത്തിനെയും ഓണ്ട വെയിൽ എന്ത് ചെയ്യും മോശ? ദേഷ്യത്തിന്. ഞാൻ പറഞ്ഞു മനസ്സിലായി. സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒറ്റ അടിയേ കൊടുത്തുള്ളൂ. അവനെ കൊല്ലാൻ കഴിവുണ്ടെങ്കിൽ ഈ മോശയുടെ കൈ ജനത്തെ കൊടുത്താൽ എന്ത് പറ്റും? പലതും കനാനിലെത്തത്തില്ല. ഇത് കർത്താവിന് അറിയുന്ന ഒരു കർത്താവ് ഒരു ട്വിസ്റ്റ് കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു, മോനെ ഓക്കെ. അവന്റെ ഉള്ളിൽ തന്നെ തോന്നി ഓടിപ്പോയേക്ക്, ഇവിടെ നിൽക്കണ്ട. ഓടിയിട്ട് ദൈവം ഒരിടത്തൊരു ഡെസ്റ്റിനി ഒരുക്കി. അവിടെ ആടുകളെ കൊടുത്തു. ആടുകളെ കൊടുക്കുമ്പോൾ ആട്ടിടയന്മാർക്ക് ഭയങ്കര ക്ഷമയാന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എന്നെ ദൈവാത്മാ പഠിപ്പിച്ചതും ഞാൻ പഠിച്ചതുമായ കാര്യം. അവർക്ക് ശരിക്കും ക്ഷമ വേണം. നമുക്ക് കാണുമ്പോൾ, പിക്ചറിൽ കാണുമ്പോൾ നല്ല രസം, ആടുകൾ കൂടിയിരിക്കുന്ന പോലെ തോന്നും. മനസ്സിലായി? പക്ഷെ പല കാറ്റഗറിയുള്ള ആടുകളെ ഒരാടിടയും കൊണ്ടുപോകണമെങ്കിൽ ശരിക്കും ക്ഷമ വേണം. കാരണം ഒരെണ്ണത്തെ ഇവിടെ പിടിച്ചു നിർത്തുമ്പോൾ അടുത്തത് പോകും, അടുത്തതിനെ പിടിച്ചു നിർത്തുമ്പോൾ അടുത്തത് പോകും. ഇതിനെ പിടിച്ച് ക്ഷമ, ഈ ക്ഷമ മുഴുവൻ മോശയെ പഠിപ്പിച്ചിട്ട് പിന്നെ കയ്യിലോട്ട് ആരെ കൊടുത്തു? ജനത്തെ കൊടുത്തു. ഇതുപോലെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്മളെ വലിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ട്രെയിനിങ് പീരീഡ്. എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറഞ്ഞു, എന്നെ എന്തിന് നഴ്സിങ്ങിന് വിട്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു, എന്നെ നഴ്സിങ്ങിന് വിട്ടത് ഈ മോശയുടെ ആടുകളെ കൊടുത്തതുപോലായിരുന്നു. ഞങ്ങളുടെ കോളേജ്, ഞാൻ പറഞ്ഞ ഇന്ന് അറിയായിരിക്കും, ഇവിടെ നഴ്സിംഗ് അന്ന് ആ കാലഘട്ടത്തിൽ പഠിച്ചവരൊക്കെ, എന്റെ കോളേജിലൊക്കെ നല്ല റാഗിങ് ഉണ്ടായിരുന്നു. സീനിയേഴ്സ് വന്നു നഴ്സിംഗ് ഒക്കെ ആ സമയത്ത് പഠിച്ചവർക്ക് അറിയായിരിക്കും, നല്ലതായിട്ട് റാഗ് ചെയ്തിട്ടുണ്ട്. അപ്പം വീട്ടിൽ കടിച്ചു കീറി തിന്നുന്നവരാണേലും സീനിയേഴ്സിന് മുമ്പിൽ എങ്ങനെയാ നിൽക്കുന്നത്? ഓക്കെ ചേച്ചി, ഓക്കെ അച്ചച്ച, ഓക്കെ ചേട്ടാ, ഇങ്ങനെയല്ലേ നിന്നോണ്ടിരുന്നത്. വീട്ടിൽ വലിയ പുലിയായിരിക്കും, പക്ഷെ നമ്മളെ എലിയാക്കും അവിടെ ചെല്ലുമ്പോൾ. ചില സിറ്റുവേഷനിൽ കൊണ്ടുവരും. പക്ഷേ ചില ബോസുമാരുടെ ഒക്കെ നടുവിൽ നമുക്ക് അവരോട് ചൂടാവാൻ പറ്റത്തില്ല. തിരിച്ച് വീട്ടിൽ വന്നിട്ടായിരിക്കും ആ ദേഷ്യമൊക്കെ എന്ത് ചെയ്യുന്നത്, ചിലർ തീർക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ക്ഷമ പഠിപ്പിക്കുമോ? അപ്പൊ കർത്താവിന് അറിയാം, ഒരു മിനിസ്ട്രി ഏൽപ്പിക്കുന്നതിന് മുമ്പ് എന്ത് വേണം? സ്വഭാവത്തിന്, ക്യാരക്ടറിന് ഒരു ചേഞ്ച് വേണം. എന്നെ എന്തിനാണ് നഴ്സിംഗിൽ വിട്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എന്റെ ക്യാരക്ടർ കർത്താവ് ബിൽഡ് ചെയ്ത നഴ്സിംഗിൽ ഇട്ടാണ്. എന്നെ അവിടെ കൊണ്ടുപോയി. എൻ്റെ അപ്പയിൽ നിന്ന് അമ്മയിൽ നിന്ന് എല്ലാം എന്നെ അകറ്റി. അവിടെ ഞങ്ങൾക്ക് ലിമിറ്റ് ഉണ്ട് ഫോൺ കോളിന്. ഒരാഴ്ച ഒരു പ്രാവശ്യം വീട്ടിൽ വിളിക്കാറുള്ളൂ. അത് 5 മിനിറ്റ്സ് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. വാർഡന്റെ റൂമിൽ നിന്നാണ് സംസാരിക്കേണ്ടത്. എല്ലാം സംസാരിക്കാനും പറ്റത്തില്ല. അങ്ങനെ റെസ്ട്രിക്ഷൻസ് വരുത്തി. അപ്പൊ എന്തുവാ, എപ്പോഴും മമ്മിയോട് വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ അന്ന് തൊട്ട് പിന്നെ വിഷമം പറയാൻ ആരുമില്ല. ആകെ കർത്താവുമായിട്ടുള്ള ആ കണക്ഷനിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. കാരണം അപ്പനില്ല, അമ്മയില്ല, ആരുമില്ല. ചില ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ അലൗ ചെയ്യുന്നതിന്റെ ഉദ്ദേശം നീയും ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്ന് മൂർച്ഛിക്കേണ്ടവർ. എല്ലാവരെയും നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? എന്റെ ജീവിതത്തിൽ ആ സെപ്പറേഷൻ വന്നത് 2007. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എനിക്ക് പിന്നെ പറയാൻ ആരുമില്ല. മമ്മിയോട് 5 മിനിറ്റ്സിൽ എന്താ പറയണ്ടേ? വീട്ടിൽ എന്നാണ് വിശേഷം, എനിക്ക് എന്നാണ് വിശേഷം, കഴിച്ചോ കുടിച്ചോ, കഴിഞ്ഞു 5 മിനിറ്റ് കഴിഞ്ഞു, ഒന്നും സംസാരിക്കാൻ പറ്റില്ല.
വേദന പറയാൻ പറ്റില്ല, പ്രാർത്ഥന വിഷയം പറയാൻ പറ്റില്ല, ആകെ പറഞ്ഞ മമ്മി പ്രാർത്ഥിക്കണം, അത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ എനിക്ക് വേദന വരുമ്പോൾ, വിഷമം വരുമ്പോൾ, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എനിക്കൊരു തലേണ ഉണ്ടായിരുന്നു. ആ തലേണയിലോട്ട് മുഖം കമത്തിയിട്ടിട്ട് ഞാൻ വാവിട്ട് രാത്രികളിൽ കരയും. ചുറ്റുമുള്ളവർ കേൾക്കാതിരിക്കാൻ തലേണ ചിലപ്പോൾ വായിക്കകത്ത് കുത്തിവെക്കും. എന്തിനാണെന്നറിയോ? അത്രയ്ക്ക് സങ്കടം വരും, വേദന വരും, റാഗിങ്ങിന്റെ ഒരു വശത്ത് പ്രശ്നം, ശാരീരികമായ അസ്വസ്ഥതകൾ. പക്ഷെ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നിൽ എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നെന്ന് എനിക്കറിയാം. കാരണം ചിലതിനെയൊക്കെ ദൈവം എന്റെ ജീവിതത്തിൽ നിന്ന് ചെത്തി മാറ്റാൻ തുടങ്ങി. ചില സ്വഭാവങ്ങൾ പരിശുദ്ധാത്മ എനിക്ക് വെളിപ്പെടുത്താൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ എന്താ പറഞ്ഞേ, ഇറങ്ങി നഴ്സിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, കർത്താവ് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ കർത്താവ് എന്നെ ടീച്ചറാക്കി, നഴ്സിംഗ് ടീച്ചറാക്കി. നഴ്സിംഗ് ടീച്ചറാക്കിയപ്പോൾ അവിടെയും ചെത്തൽ ആവശ്യമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അപേക്ഷിച്ചതൊന്നും ഹൃദയത്തിലെ ആഗ്രഹം മറ്റൊന്നുമായിരുന്നു. ഇതുപോലെ എന്റെ അപേക്ഷ, കർത്താവെ അങ്ങയുടെ ഇഷ്ടം മതി, എന്റെ ഇഷ്ടം വേണം, അങ്ങ് പറയുന്നിടത്ത് ഞാൻ പോകാം എന്ന് പറയാൻ എളുപ്പമായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞപ്പോൾ അത് അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പക്ഷെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ? ടീച്ചർ ആവണമെന്നായിരുന്നു. പക്ഷെ കർത്താവ് കർത്താവ് ഈ വാക്കുകൊണ്ട് പറഞ്ഞു കർത്താവിന് ഇഷ്ടം മതി എന്ന്. കർത്താവ് പക്ഷെ എന്നെ ഒന്ന് പരീക്ഷിച്ചു. ഓക്കെ, നീ പോകുമോ? പക്ഷെ ദൈവകൃപയാൽ അത് അനുസരിക്കാൻ കർത്താവ് കൃപ തന്ന് ഞാൻ നഴ്സിംഗിന് പോയി. അതുകൊണ്ട് എന്താ അറിയോ, നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് അന്ന് എന്നോട് കർത്താവ് തന്ന വചനം ഇതറിഞ്ഞു, ഞാൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിനക്ക് തരും. അന്ന് തന്നെ എനിക്ക് ജോയിനിങ് ലെറ്റർ എന്റെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാനുള്ള എനിക്ക് കിട്ടി. ഞാൻ അന്ന് തന്നെ എന്റെ പഠിച്ച അതേ കോളേജ് ടീച്ചറായിട്ട് കയറി. എനിക്ക് ദൈവകൃപയാൽ 4 വർഷം അവിടെ പഠിപ്പിക്കാൻ കർത്താവ്, എന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം തന്നു. പിന്നീട് നടന്നൊരു കാര്യമാണ് അടുത്തത്. എന്നെ ഈ വാക്യം പഠിപ്പിച്ചത് അങ്ങനെ. കല്യാണം വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇതാ, കർത്താവെ അങ്ങ്, എന്റെ മമ്മി എപ്പോഴും പറയും, മോനെ ദൈവത്തിന്റെ ഇഷ്ടം നടക്കാനേ പ്രാർത്ഥിക്കാവുള്ളൂ, ദൈവത്തിന് ഹിതമുള്ള ചെറുക്കനെ കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് പറയും. എന്നാൽ പോലും ഞാൻ പറയും, ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കുടുംബ പ്രാർത്ഥന ഏറ്റിരിക്കും, കർത്താവെ എന്റെ ഭാവിക്ക് വേണ്ടി അങ്ങ് കരുതണം, തക്ക സമയം തക്കതായ തുണി ഒരുക്കി കൊടുത്ത് തന്ന് എന്റെ ഭാവിയെ മാനിക്കണം, ദൈവത്തിന് ഹിതമുള്ള ആളെ തരണേ അപ്പ, അങ്ങക്ക് ഇഷ്ടമുള്ളത് മതി കർത്താവ്, എന്നെ ആരുടെ വാരിയിൽ, എന്തോ നല്ല പ്രാർത്ഥനയായിരുന്നു അറിയോ, എന്നെ ആരുടെ വാരിയിൽ നിന്നാണോ എടുത്തത് അവിടെ തന്നെ എന്നെ യോജിപ്പിക്കണേ അപ്പ, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട അപ്പ, അങ്ങയുടെ ഇഷ്ടം മതി അപ്പായേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നാൽ കല്യാണാലോചന വരുമ്പോ എന്ത് ചെയ്യുന്നറിയോ, ലിസ്റ്റ് ഒക്കെ ഇറങ്ങും. എന്താണെന്നറിയോ, ഡിമാൻഡുകൾ അപ്പോഴായിരുന്നു. എന്റെ ഡിമാൻഡ് ഇതായിരുന്നു, എനിക്ക് അമേരിക്കയും വേണ്ട, നേഴ്സും വേണ്ട. ഇത് ഞാൻ ഭയങ്കര കട്ട് ആൻഡ് റൈറ്റ് ആയിരുന്നു. അമേരിക്കക്കാരനും വേണ്ട, നേഴ്സും വേണ്ട. എനിക്ക് വരുന്ന കല്യാണാലോചന മിക്കതും വന്നത് അമേരിക്കയിൽ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അമേരിക്ക വേണ്ട. കാരണം വേറെ ഒന്നല്ല, അമേരിക്കയെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളുണ്ട്. പിന്നെ ഏറ്റവും വലിയ വിഷയം, എനിക്ക് എന്റെ പപ്പായും മമ്മിയും പിരിഞ്ഞിരിക്കണ്ടായിരുന്നു. എനിക്ക് നാട്ടിൽ തന്നെ ഒരാളെ കല്യാണം കഴിച്ച് ഞാൻ അനിയത്തിമാരെയൊക്കെ കെട്ടിച്ചു വിട്ടാൽ എനിക്ക് എന്റെ പപ്പാടെയും മമ്മിയും ഒന്ന് ടേക്ക് കെയർ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അവരുടെ കൂടെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ നിൽക്കണം, മൂത്ത മോളെന്നുള്ള നിലയ്ക്ക്. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി. അതുകൊണ്ട് വിദേശത്ത് പോകണ്ട, എനിക്ക് നാട്ടിൽ അല്ലെങ്കിൽ ഗൾഫ്, കാരണം പെട്ടെന്ന് എത്താമല്ലോ, ഇതൊക്കെയായിരുന്നു എന്റെ ആഗ്രഹം. എന്നാൽ ദൈവം ഇത് കരുതി വെച്ചത് കൊണ്ട് എന്റെ വിവാഹം വൈകാൻ തുടങ്ങി. അപ്പൊ എനിക്കൊരു കാര്യം വെച്ചാൽ, ഞാനാണ് ഇതിന് തടസ്സം. പലപ്പോഴും നമ്മൾ അത് അറിയുന്നില്ല. നമ്മൾ പിശാചിനെ ഫലിക്കുക, ഭാവിയെ കെട്ടിവെച്ചിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ ഞാൻ ശാസിക്കുന്നു. ഞാൻ ശാസിച്ചിട്ട് കാര്യമുണ്ടോ? കർത്താവ് പറയും, മോളെ പിശാചല്ല പ്രശ്നം, നീയാ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പിശാച് മാറി നിന്നിട്ട് നമ്മളെ നോക്കി പറയും, ഇവർക്ക് എന്നെ ആട്ടാനേ നേരെ ഉള്ളൂ, ഞാനല്ല പ്രശ്നം, നിങ്ങളും ദൈവവുമായിട്ടുള്ള പ്രശ്നം, നിങ്ങളൊന്ന് മാനസാന്തരപ്പെടാൻ പിശാച് നമ്മളോട് പറയും ചില സമയത്ത്. മനസ്സിലാവുന്നുണ്ടോ? എന്റെ ജീവിതത്തിലെ കാര്യം ഞാൻ പറയുന്നത്. ഞാനും വിചാരിച്ചുകൊണ്ടത് പിശാചിന്റെ കെട്ടാന്നൊക്കെയാ. ഞാനും ഓർത്ത് കർത്താവ് പിശാചായിരിക്കും ഭാവിയെ കെട്ടിവെച്ചിരിക്കുന്നൊക്കെയാ. എന്നാ പിന്നെ എനിക്ക് മനസ്സിലായി, പിശാചല്ല. ഇന്ന് എന്റെ ജീവിതം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവഗീതം നടക്കാണ്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ വിഷയത്തോട് അടുക്കുമ്പോഴാണ് വായിന്ന് ഡിമാൻഡുകൾ വരുന്നത്. മനസ്സിലാവുന്നു? ആദ്യത്തെ ഡിമാൻഡ് അമേരിക്ക വേണ്ട. അപ്പം അമേരിക്കയിൽ ഏതെങ്കിലും ആലോചന വന്നാൽ ഞാൻ പറയും, പറഞ്ഞതാണല്ലോ, എനിക്കത് വേണ്ട. പപ്പ പറയും, മോനെ അത് കർത്താവിന്റെ ഹിതമാണെങ്കിലോ, ഒരിക്കലും അല്ല പപ്പ, ഞാൻ അമേരിക്കയിൽ പോകത്തില്ല. അത് മാത്രം പപ്പ എന്നോട് പറയണ്ട. അപ്പൊ നേഴ്സോ സെയിം പ്രൊഫഷൻ ഒട്ടും വേണ്ട. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മൾ അങ്ങോട്ട് ഡിമാൻഡ് വെച്ച് 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. ഞാൻ നോക്കിയപ്പോ എന്റെ മമ്മിയുടെ അനിയത്തിമാരുടെ മക്കളൊക്കെ കല്യാണം കഴിച്ചു, എന്റെ അനിയത്തിമാരൊക്കെ കല്യാണം കഴിച്ചു, അവർക്ക് മക്കളായി. അപ്പൊ ഉള്ളിൽ ഒരു ആദി, ലാസ്റ്റ് ഒരു സ്റ്റേജ് വരും. അത് ഏത് സ്റ്റേജാണെന്നറിയോ? നമ്മുടെ ഡിമാൻഡുകളൊന്നും നടക്കുന്നുമില്ല, നമ്മളെങ്കിലും നമ്മളെ തന്നെ അങ്ങ് വിഷമിപ്പിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇതെന്താ എന്റെ ജീവിതം മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എന്നെ മാത്രം എന്താ ഇങ്ങനെ, കർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ലേ, കർത്താവിന് എന്നെ ഇഷ്ടമല്ലേ, ഞാൻ എന്തോ, ഇങ്ങനെയുള്ള നമ്മളെ തന്നെ പഴി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ആ അവസ്ഥ വന്നപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു പ്രപ്പോസൽ വന്നു. ഞാൻ ആസാദിൽ എന്റെ ടെസ്റ്റിമണി വിശദമായിട്ട് പറഞ്ഞത്, ആർക്കെങ്കിലും കേൾക്കണമെങ്കിൽ പോയി കേൾക്കാം. അവിടെ പറയുന്നുണ്ട്, ഞാൻ വളരെ വിഷമിച്ച് തകർന്നു, ഒരു പ്രപ്പോസൽ വന്നു, ഞാൻ ഒരുങ്ങി നിൽക്കുക. പക്ഷെ അന്ന് ആ ചെറുക്കം വന്നില്ല. അതൊരു നേഴ്സായിരുന്നു ഇസ്രായേലില്. പിന്നെ ഞാൻ അടുത്ത്, ഇസ്രായേലൊക്കെ അല്ലേ, പോയിട്ട് വരാമല്ലോ എന്നൊക്കെ ഓർത്താണ് ഞാൻ അതിന് എസ് പറഞ്ഞത്. നേഴ്സ് ആയിട്ട് പോലും, ഇപ്പൊ അമേരിക്ക അല്ലല്ലോ, അത് അത്രയും ദൂരമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെ അംഗീകരിച്ചു. പക്ഷേ
കർത്താവ് വെച്ചത് അമേരിക്കൻ നേഴ്സും ആയതുകൊണ്ട് അത് മാറ്റി വെച്ചേക്ക് കർത്താവ് അതുവരെ വെളിപ്പെടുത്തുന്നില്ല. അതൊരു വലിയ ടെസ്റ്റ് മണി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചില ആൻസറുകൾക്ക് തടസ്സം നമ്മൾ തന്നെ ആണെന്നാണ് ഞാൻ ഇന്ന് വിളിച്ച് പറയുന്നത്. ചിലരോട് പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയുക, നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ തടസ്സം നിങ്ങൾ തന്നെയാണ്, മറ്റാരുമല്ല. കാരണം പറയുന്നതൊന്നും ആഗ്രഹം മറ്റൊന്നും, രണ്ടും കൂടെ ഏകീഭവിച്ച് വരുന്നില്ല എന്ന് ഞാൻ ഇത് തിരിച്ചറിഞ്ഞെന്ന് ചോദിച്ചു. ഈ പ്രപ്പോസൽ വരാതിരുന്നപ്പോൾ എൻ്റെ മമ്മിയുടെ ആങ്ങളമാര് എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് ഞങ്ങളെ പഴി പറഞ്ഞപ്പോൾ ഞാൻ ഹൃദയം തകർന്ന് അന്ന് തന്നെ തിരിച്ച് ഞാൻ ബാംഗ്ലൂർക്ക് ബസ് കയറുക. ബസ്സേ കൊണ്ട് എൻ്റെ പപ്പ വിടാൻ നേരത്ത് ഞാനും പപ്പായും തമ്മിൽ ബൈക്കിൽ പോകുമ്പോൾ ഒരു കോൺവെർസേഷൻ ഇല്ല. ഞാൻ കണ്ണാടി കൂടെ നോക്കുമ്പോൾ എൻ്റെ പപ്പയുടെ കണ്ണുനീര് ഇങ്ങനെ ഒഴുകുക, പപ്പ ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്. എനിക്ക് അതാണ് എൻ്റെ ചങ്ക് പൊട്ട്. നമ്മുടെ അപ്പന്മാർ നമുക്ക് വേണ്ടി കരയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, എൻ്റെ ചങ്ക് പൊട്ടി, ഞാൻ കൺട്രോൾ ചെയ്യുക, ഞാൻ കരയത്തില്ല, ഞാൻ എൻ്റെ ഹൃദയത്തെ കല്ലാക്കാൻ നോക്കുക, എൻ്റെ അപ്പന്റെ മുമ്പിൽ ഞാൻ കരയത്തില്ലെന്ന് പറഞ്ഞു. ബസ്സിലോട്ട് കയറ്റി എൻ്റെ പപ്പ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ ഇനി നീ വരുവാണ് നിന്റെ കല്യാണത്തിനെ വരാനുള്ളൂ എന്നും പറഞ്ഞു. പപ്പ അങ്ങ് കരഞ്ഞു. എനിക്കിങ്ങ് സങ്കടം വന്നു. അപ്പ കരഞ്ഞില്ല, വണ്ടിയെ കയറി സീറ്റിലോട്ട് കയറുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പൊട്ടി അങ്ങ് കരഞ്ഞു. എനിക്ക് ദേഷ്യവും വിഷമവും എല്ലാം കൂടെ വന്നിട്ട് ഞാൻ ബൈബിള് തുറന്നിട്ട് ബൈബിളെ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പർ എടുത്തിട്ട് ആദ്യം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? അമേരിക്കക്കാരനെ എനിക്ക് വേണ്ട, നേഴ്സും എനിക്ക് വേണ്ട. ഇതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എഴുതിയേക്കോ, കർത്താവേ എന്നാലും അങ്ങയുടെ ഇഷ്ടം മതി. ഞാൻ എഴുതിയേക്കുന്ന പ്രാർത്ഥന വിഷയം ഞാൻ പറയുന്നത്, അപ്പന്റെ ഇഷ്ടമുള്ള ആളെ കൊണ്ടെത്തണം. ഇത് 2-3 വട്ടം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരാൻ തുടങ്ങി, കർത്താവേ ഞാൻ ഈ പറയുന്നതും ഇതും തമ്മിൽ ഒരു വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? എനിവേ എനിക്കിനി ഈ വിഷയം വേണ്ട, അപ്പനുള്ളതിനെ അപ്പം കൊണ്ടുവരട്ടെ, ഇനി ഒരു ഡിമാൻഡും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇനി ഒരു ഡിമാൻഡും ഇല്ല കർത്താവേ എന്ന് പറഞ്ഞ ആ പേപ്പർ ഞാൻ അവിടെ ഇരുന്ന് 4 കീറി ഗ്ലാസ് വഴി പുറത്തോട്ട് എറിഞ്ഞു. എന്തോ ഒരു വിഷമം ഉള്ളിൽ നിന്ന് മാറിയതുപോലെ ഫീൽ ചെയ്ത് എനിക്ക്. ഞാൻ അവിടെ തന്നെ ഇരുന്നു കരഞ്ഞു. ഇത് നടക്കുന്ന ഒക്ടോബർ 31. എനിക്കതിനു മുമ്പ് ദൈവം തന്നൊരു വാഗ്ദത്ത വചനം ഉണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ കിഴക്ക് നിന്നൊരു റാഞ്ചൻ പക്ഷിയെ, ദൂരദേശത്ത് നിന്ന് എന്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിച്ചിരിക്കുന്നു, ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും എന്നൊരു വാക്യം. ഈ വചനം എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ അത് വെച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അത്ര അങ്ങോട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചില്ല. എന്നാൽ ഈ പേപ്പർ കീറിക്കളഞ്ഞ ഉടനെ ആ പേപ്പറിന്റെ താഴെ ഈ വാക്യം എഴുതിയിരിക്കുന്നത് ഞാൻ കാണും ബൈബിളില്. ഞാൻ അതിരുന്ന് വായിച്ചു. തിരിച്ച് ഹോസ്റ്റലിൽ ചെന്നു. നവംബർ 1st വീക്ക് ചെന്നു. നവംബർ 6-ാം തീയതി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നവംബർ ആദ്യത്തെ ആഴ്ച 2 ദിവസം ലീവ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പൊ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ പുറത്തു നോക്കും, ഞാൻ വരുന്നില്ല. ഞാൻ കവിണ് വീണ് കിടന്ന് കരയാൻ തുടങ്ങി. കവിണ് വീണ് കിടന്ന് കരയുക, അപ്പാ എന്റെ ഇഷ്ടം വേണ്ടപ്പ. അപ്പം ഹൃദയത്തിന്റെ ആഗ്രഹവും വായിന്ന് വരുന്നതും ഒരുപോലെയായി. കാരണം എന്റെ ഇഷ്ടങ്ങളല്ല ദൈവത്തിന്റെ ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ പറഞ്ഞു, അപ്പാ എനിക്കിനി ഒരു ഡിമാൻഡും ഇല്ല, എനിക്ക് ഏതെങ്കിലും ഒരാളെ തന്നാ മതി, പ്ലീസ് പ്ലീസ് എന്റെ കല്യാണം ഒന്ന് നടക്കണം. അപ്പ പറയുന്ന ആളെ ഞാൻ കെട്ടാം, പക്ഷെ അങ്ങ് എനിക്ക് ഒരുക്കി വെച്ചവനെ കൊണ്ടുവരണം, എന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇനി ഞാൻ തേടി പോതൽ എന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ. ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു. ദൂരദേശത്ത് നിന്ന് എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ദൂരദേശത്ത് നിന്ന് അങ്ങയുടെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ അങ്ങ് വിളിക്കണം. അങ്ങ് വിളിച്ചാൽ ആ വ്യക്തി എന്ത് ചെയ്യത്തുള്ളൂ? വരത്തുള്ളൂ. ആകയാൽ അങ്ങ് വിളിക്കണം, അങ്ങ് വിളിക്കണം എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് പ്രാർത്ഥന തുടങ്ങി. ഒക്ടോബർ മുഴുവൻ ഇത് പ്രാർത്ഥിച്ചു. ലാസ്റ്റ് വീക്കൊക്കെ പ്രാർത്ഥിച്ചിട്ടായിരുന്നെങ്കിലും ഹൃദയവും മായും തമ്മിൽ എപ്പോൾ ഏകീഭവിച്ചോ, ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ഇത് ഏകീഭവിച്ചു. പ്രാർത്ഥിക്കാൻ തുടങ്ങി. നവംബർ 10-ാം തീയതി എനിക്കൊരു മെയിൽ വരിക. ഇവിടെയുള്ള എന്റെ ഹസ്ബൻഡിന്റെ പപ്പ എനിക്ക് അയക്കുക. ഇങ്ങനെ അയച്ചത്, മോളെ ഞങ്ങൾക്ക് മോളെ പ്രൊഫൈല് കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ നവംബർ 14-ാം തീയതി നാട്ടിൽ വരിക, ഞങ്ങൾക്ക് മോളെ ഒന്ന് കാണാൻ പറ്റൂ. ഞാൻ പറഞ്ഞു കാണാം. നവംബർ 19. ഇപ്പം എന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഇത് തന്നെയാണോ അമേരിക്ക വേണ്ടായിരുന്നു. എന്നാലും ഇടയ്ക്കൊരു ചിന്ത, കർത്താവ് ഇത് ആരാ, എങ്ങനെയുള്ള ആളാ, ഇതൊക്കെയാണ് ചിന്ത. എന്നാൽ നവംബർ 19-ാം തീയതി ഞാൻ നാട്ടിൽ വന്നു, പെണ്ണ് കണ്ടു. 22-ാം തീയതി കല്യാണം ഉറപ്പിച്ചു. നവംബർ 30-ാം തീയതി എൻഗേജ്മെന്റും 1-ാം തീയതി കല്യാണം. അതായത് 5-6 ദിവസം കൊണ്ട് എന്റെ കല്യാണം നടന്നു. പെട്ടെന്ന് നടന്ന കല്യാണം. എന്നാൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ കർത്താവ് എന്നെ ഏതു വാരിൽ നിന്ന് എടുത്തോ അവിടെ തന്നെയാണ് യോജിപ്പിച്ചെന്നുള്ളൊരു കൺഫർമേഷൻ എനിക്ക് ലഭിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കർത്താവെ എന്തുകൊണ്ട് വൈകി എന്ന് ചോദിച്ചാൽ ഞാനായിരുന്നു വൈകാൻ കാരണം ഞാനും എൻ്റെ ഹൃദയവും എൻ്റെ ദൈവവുമായിട്ടൊരു ഏകീഭാവത്തിലേക്ക് വന്നില്ല. അതായത് ഒരേ റലത്തി വരുമ്പോഴാണ് വിടുതൽ നടക്കുന്നത്. അതാ പറഞ്ഞ 2-3 പേർ
എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ കർത്താവുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, 2 പേർ ഐക്യമെത്തിപ്പെട്ട് എന്ത് യാചിച്ചാലും തരും. അതായത് എന്നെ ആ വാക്യം പഠിപ്പിച്ചത് ഇങ്ങനെ, ഞാനും എനിക്ക് വേണ്ടി മധ്യസ്ഥത അടയ്ക്കുന്ന എന്റെ കർത്താവും, ഞങ്ങളുടെ 2 പേരുടെ ആഗ്രഹം ഒരുപോലെ വരുമ്പോൾ ഞാനും എന്റെ കർത്താവിനോട്, എന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചോദിക്കുന്ന കാര്യം കർത്താവ് എന്ത് ചെയ്യും? ചെയ്തു തരും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ലെന്ന് ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട കാര്യം, നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തിയുണ്ട്. പലപ്പോഴും നമ്മൾ ആ വ്യക്തിയെ കാണുന്നില്ല. ആരെന്നറിയോ? എനിക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥത അടയ്ക്കുന്ന കർത്താവ്. ഹല്ലേലൂയ! എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ എൻ്റെ പ്രാണപ്രിയനായ കർത്താവ് എനിക്ക് വേണ്ടി, എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി എൻ്റെ അപ്പനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന കുറവ് ഇവിടെ. പക്ഷെ നിന്റെ ഹൃദയം, യേശുക്രിസ്തു എന്താണ് എൻ്റെ അപ്പനോട് പിതാവിനോട് അപേക്ഷിക്കുന്നെന്നുള്ളതും ഞാൻ അപേക്ഷിക്കുന്നതും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? പൊരുത്തപ്പെടുന്നില്ല. ഞാൻ എപ്പോൾ എൻ്റെ കർത്താവുമായിട്ട്, യേശുപ്പ അങ്ങ് എന്താ പിതാവിനോട് അപേക്ഷിക്കുന്നത് എന്നെ കുറിച്ച്, അല്ലെ? മധ്യസ്ഥത അണയ്ക്കുന്നത് ആരാ എനിക്ക് വേണ്ടി? ശരിക്കും വേദനയോടുകൂടെ എൻ്റെ യേശു കർത്താവ്. ആ യേശുപ്പച്ചൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിന്ന് പിതാവിനോട് അപേക്ഷിക്കുന്ന എന്താ? കർത്താവേ, പിതാവേ, അവളുടെ ഭാവി നന്നാക്കി കൊടുക്കണേ, അവളുടെ ഭാവിയെ അനുഗ്രഹിക്കണേ എന്ന് പറയുമ്പോൾ അക്സതാടിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? അമേരിക്ക വേണ്ട, നഴ്സും വേണ്ട. കർത്താവ് പ്രാർത്ഥിക്കുന്നത് പീറ്റേഴ്സണെ അക്സയ്ക്ക് കൊടുക്കണേ, അതാണ് അവിടെ തക്കതായതുള്ള, അതിനുവേണ്ടിയുള്ളത് റെഡിയാക്കണേ എന്ന് പ്രാർത്ഥിക്കും. അക്സ അവിടെ നിന്ന് പ്രാർത്ഥിക്കും, അമേരിക്കയും വേണ്ട, നഴ്സും വേണ്ട. അപ്പൊ ഇത് രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്യുന്നില്ല. അന്ന് കർത്താവ് എന്നെ, ഞാൻ പറഞ്ഞില്ല, എപ്പോഴും എന്നെ ഇപ്പൊ ദൈവാത്മാവ് പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഇങ്ങനെ കർത്താവ് പറഞ്ഞാല്, 2 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും പിതാവ് പുത്രനിൽ മഹിമപ്പെടേണ്ടതിന് നിങ്ങൾക്ക് ചെയ്തുതരും. അപ്പൊ ഞാൻ ഓർത്തു ആ വാക്യത്തിന്റെ അർത്ഥം. അപ്പോഴാണ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ, അക്സ, നിന്റെ ഹൃദയവും നിനക്ക് വേണ്ടി അപേക്ഷിക്കുന്ന കർത്താവിന്റെ ഹൃദയവും തമ്മിലുള്ള ആഗ്രഹം ഒരുപോലെ വന്നിട്ട് നിങ്ങൾ 2 പേരും, അതായത് കർത്താവ് എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ഞാനും ഒരുമിച്ച് കർത്താവിന്റെ ഹൃദയമായിട്ട് പിതാവിന്റെ ഇടയ്ക്ക് ചെന്നൊരു ഒറ്റ പ്രാർത്ഥന മതി. ആ പ്രാർത്ഥന രാജ്യങ്ങളുടെ നിയമങ്ങളെ നിനക്ക് വേണ്ടി മാറ്റും. ഹല്ലേലൂയ! തൊടേണ്ട ഭാഗങ്ങളിൽ നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും. വിടുതൽ എവിടെ നടക്കണോ അവിടെ വിടുതൽ നടക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് കർത്താവിന്റെ മനസ്സറിയാൻ പറ്റാതെ വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ? നമ്മുടെ പ്രാർത്ഥന ഒരു രീതിയിലും കർത്താവ് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്ന മധ്യസ്ഥത രണ്ടും രണ്ടാണ്. കർത്താവ് ഒരിക്കലും, ഓർക്കണം, നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ്, ഇന്ന് മാറ്റിക്കോണം ഇത്. ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കർത്താവിന്റെ മനസ്സ് മാറ്റാവുന്ന ഇല്ല. കർത്താവ് എപ്പോഴും പിതാവിന്റെ ഇഷ്ടം നടക്കാൻ മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. അതുകൊണ്ടല്ലേ യേശുക്രിസ്തു ഗെത്സമനെ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു? കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണം. പെട്ടെന്ന് മാറി, എങ്കിലും എന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം മതി. യേശുക്രിസ്തു ഒരിക്കലും നമ്മുടെ ഇഷ്ടം നടക്കാനല്ല പ്രാർത്ഥിക്കുന്നത്, പിതാവിന്റെ ഇഷ്ടം നടക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പിതാവിന്റെ ഇഷ്ടം എന്തെന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ട് എനിക്കൊരു കണക്ഷൻ വേണം. എന്നെയും പിതാവിനെയും കർത്താവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏക കണക്റ്റിംഗ് ഫാക്ടർ എന്താണെന്നറിയോ? ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാ, ഇന്ന് രാത്രി നിങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പറയണം, അപ്പാ ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണം, ആ പരിശുദ്ധാത്മാവ് എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരും, എന്റെ പിതാവിന്റെ ഹൃദയം കാണാൻ എനിക്കിടയായിത്തീരും. ആദ്യം തന്നെ ഞാൻ ഒന്നുകൂടെ വൈൻഡപ്പ് ചെയ്യുക. പക്ഷെ ഞാൻ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ കർത്താവുമായിട്ടുള്ള വിശ്വാസം ആദ്യം വർദ്ധിക്കണം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ പ്രാർത്ഥനകളുടെ മറുപടി, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നെങ്കിലും എല്ലാത്തിനും വേണ്ടതെന്നറിയോ? വിശ്വാസം എന്ന ഏക ഫാക്ടർ. വിശ്വാസമില്ലാതെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. വിശ്വാസം കൂടാതെ കർത്താവിനെ കാണാനും നമുക്ക് പറ്റത്തില്ല, ഇല്ലേ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. വിശ്വസിച്ചാൽ നിനക്ക് അത്ഭുതം കാണാൻ പറ്റും. വിശ്വസിച്ചാൽ വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞ അതുകൊണ്ടാണ് ഇവിടെ അതിനകത്ത് ഒരു വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കും. ഈ എബ്രായ ലേഖനത്തിൽ തന്നെ വേറൊരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12 തൊട്ടുള്ള വാക്യം ഞാൻ തന്നെ ഒന്ന് വായിച്ചു കേൾപ്പിക്കും. നിങ്ങൾ എല്ലാവരും ഒന്ന്, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഇതൊന്ന് കേൾക്കണം. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുക. നിങ്ങളാരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. അത് കഴിഞ്ഞിട്ട്
18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു. ഇങ്ങനെ ആ വാക്യം നിങ്ങൾ ഓർക്കണം, മറക്കരുത്. അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അതായത് അതിന്റെ അർത്ഥം എന്താ? അവരിറങ്ങിയപ്പോൾ അവർക്ക് എന്തുണ്ടായിരുന്നു? വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ യാത്രയുടെ മധ്യയിൽ അവിശ്വാസം വന്നു. അതുകൊണ്ട് പറയും, അവിശ്വാസം നിമിത്തം അവർക്ക് എവിടെ പോകാൻ പറ്റിയില്ല? നിത്യതയിൽ വാഗ്ദത്ത ദേശത്തെത്താൻ പറ്റിയില്ല. മനസ്സിലായോ ഞാൻ പറയുന്നത്? അവിശ്വാസം നിമിത്തം നിത്യതയിൽ എത്താൻ പറ്റിയില്ല അവർക്ക്, അതായത് കനാൻ ദേശത്ത് എത്താൻ പറ്റിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് എന്ന് പറയുന്നിടത്ത് നമ്മളോട് പറയും, നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടരുതെന്ന്. നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം വൈകുമ്പോൾ നമ്മുടെ ഉള്ളിൽ കഠിനത വരും. കഠിനത വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് പിറുപിറുത്തിട്ട് ചെയ്യുന്നത് വിശ്വാസം പൂർണ്ണമായിട്ട് അങ്ങ് ത്യജിച്ച് കളയൂ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യം, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ പറഞ്ഞു, കർത്താവ് കേൾക്കാത്ത ഒരു കാരണം ഞാൻ പറഞ്ഞു. 3 കാരണങ്ങൾ. ആദ്യം, ഒന്ന് അവിശ്വാസം, നമുക്ക് കർത്താവിൽ ഒരു വിശ്വാസമില്ല, കർത്താവ് ചെയ്യും എന്നൊരു വിശ്വാസമില്ല. 2, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. 3, ദൈവമഹത്വത്തിന് വേണ്ടിയാണോ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അത് നമ്മുടെ മഹത്വം മറ്റുള്ളവർ കാണാനാണ്? അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാൻ 3 കാര്യം ശ്രദ്ധിക്കുക. ആദ്യം, കർത്താവ് ആരെന്നും കർത്താവിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. വിശ്വാസം വർദ്ധിക്കാൻ എന്ത് ചെയ്യണം അറിയോ? നിങ്ങൾ പോയി അനേക സാക്ഷ്യങ്ങൾ കേൾക്കണം. വചനം പറയുന്നു, വിശ്വാസം കേൾവിയാൽ വരുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിക്കണം എന്ന്. കേട്ടോ? നിങ്ങൾ ഇപ്പൊ ഞാൻ വായിച്ച വചനത്തിൽ കേട്ടോ? ഇപ്പൊ പ്രബോധനം കേൾക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കണം. എന്റെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈ വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസം വർദ്ധിച്ചാൽ, കർത്താവ് ചെയ്യുമെന്ന് ഉറപ്പ് വന്നാൽ, നമ്മൾ പറയും, അപ്പാ ഈ വിഷയത്തിന്റെ മറുപടി അങ്ങയുടെ നാമ മഹത്വത്തിന് വേണ്ടി മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി. മനസ്സിലായോ? അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കണം നമ്മുടെ നാവ് കൊണ്ട് പുറത്തു വരുന്നത്. ഇത് രണ്ടായിട്ട് തീർന്നാൽ കർത്താവ് പ്രവർത്തിക്കത്തില്ല. വാക്കുകൊണ്ട് പറയും, കർത്താവിന്റെ ഹിതമുള്ള പൈതല് മതി, കർത്താവിന് ഇഷ്ടമുള്ള വിവാഹം മതി, കർത്താവ് തരുന്ന ജോലി ഏതായിരുന്നാലും. ജോലി കിട്ടാതെ വരുമ്പോൾ നമ്മുടെ വാക്കിങ്ങനെയൊക്കെയാ, ഏതായാലും കുഴപ്പമില്ല, അപ്പയ്ക്ക് ഇഷ്ടമുള്ള ജോലി മതി. പക്ഷെ തന്നു കഴിയുമ്പോൾ മുഴുവൻ കുറ്റമാ. ദൂരം കുറ്റം, സാലറി കുറ്റം, ജോലിയിലെ ബോസ് കുറ്റം. ഇത് കർത്താവിന് ഭയങ്കര വിഷമം വരുത്തുന്ന കാര്യമാണ്. ദൈവം തന്നതേതായാലും സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ആ പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കാനുള്ള ബലം കൂടെ കർത്താവ് നിങ്ങൾക്ക് തരും ദൈവമക്കളെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്റെ ജോലിയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള, കർത്താവ് പറഞ്ഞ ജോലിക്ക് കയറിയപ്പോൾ സാലറി കുറവായിരുന്നു. ഞാൻ പറഞ്ഞ കേൾക്കണം. എന്നോട് ദൈവം ഒരിടത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്ത് കയറിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഈ ജോലി വേറൊരിടത്ത് എനിക്ക് നല്ല ജോലി കിട്ടിയതാണ്, സാലറി കൂടുതലാണ്, പക്ഷെ അവിടെ ഒരു കുഴപ്പമുള്ളായിരുന്നു, ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് ഒറ്റ കൂട്ടായ്മയ്ക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്റെ ഉള്ളിൽ തന്നെ ഞാൻ ഓർത്ത്, വേണ്ട, ആരാധന മുടക്കുള്ളത് വേണ്ട. അപ്പൊ നോക്കിയപ്പം ഇപ്പറ എനിക്കൊരു ജോലി കിട്ടി. ഈ ജോലി കർത്താവ് എടുക്കാൻ പറഞ്ഞ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് 1 മാസം എനിക്ക് നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് മാറണമെന്നുണ്ട്. കാരണം പൈസ തികയുന്നില്ല, എന്റെ കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇവിടെ തന്നെ നീ നിൽക്കണം, ഇവിടുന്ന് പോകരുതെന്ന് പറഞ്ഞു. അപ്പൊ പൈസ തികയുന്നില്ല, എന്റെ കാര്യങ്ങൾ ഒന്നും നടക്കാതെ വന്നപ്പോൾ വെപ്രാളം കയറുക. അപ്പൊ ഞാൻ വേറെ ജോലി അന്വേഷിക്കുക. കർത്താവ് പറഞ്ഞു, നോ, ഇവിടെ തന്നെ, എനിക്കൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ഒന്നും എനിക്കറിയത്തില്ല. 3-4 മാസങ്ങൾ മുന്നോട്ട് പോയി. ഞാൻ സ്ട്രഗിൾ ചെയ്യുക, വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നില്ല, വാടക കൊടുക്കണം, അനീതിമാരെ പഠിപ്പിക്കണം, ഒത്തിരി പ്രഷർ വന്നപ്പോ ഞാൻ ഇരുന്ന് സ്ട്രെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പൊ പ്ലീസ്, എന്താണ് അങ്ങയുടെ ഉദ്ദേശം? ഞാൻ മറ്റേ ജോലി എടുത്തോട്ടെ. കർത്താവ് പറഞ്ഞു, നോ. എന്തായിരുന്നു അറിയാമോ? എന്റെ ഹോസ്റ്റലിലേക്ക്, ഞാൻ പഠിപ്പിക്കുന്ന അതേ കോളേജിൽ ജോലിക്ക് കോട്ടയത്ത് നിന്ന് തന്നെ ഒരു സിസ്റ്റർ വന്നു. എന്റെ റൂമിലേക്കാണ് വന്നത്. പുള്ളിക്കാരി ഒരു കത്തോലിക്കയായിരുന്നു. ആ സഹോദരിയെ കർത്താവിന് വേണ്ടി നേടാനായിരുന്നു എന്നെ ഈ സ്ഥാപനത്തിൽ നിർത്തി. എനിക്കത് അറിയത്തില്ല. ഞാൻ നോക്കുന്ന എന്താ, എന്റെ ജോലി, എന്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നത്. കർത്താവ് എന്നോട് കാര്യം പറഞ്ഞു, നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന മിഷൻ ഇതാ. ഇങ്ങോട്ട് വന്ന സഹോദരി എന്നോട് ചോദിച്ചു, സിസ്റ്ററുടെ കൂടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. എനിക്കൊരു പ്രാർത്ഥന ഒരു സ്ഥലമുണ്ട്, കുഞ്ഞൊരു ബെഡിന്റെ സൈഡിൽ ഞാനൊരു ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ട് താഴെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അപ്പം എന്നോട് ചോദിച്ചു, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ് പതുക്കെ ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി. പുള്ളിക്കാരി രക്ഷിക്കപ്പെട്ടു, ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തു. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, ഈ മിഷന് വേണ്ടി ഞാൻ നിന്നെ ഇവിടെ നിർത്തിയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങി, വചനം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കാര്യം കണ്ടു. എന്റെ വീട്ടിൽ ഞാൻ അയച്ചു കൊടുക്കാതെ തന്നെ ചില നന്മകൾ കർത്താവ് കൊടുക്കാൻ തുടങ്ങി.
ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ഒരു സ്ട്രെസ്സും കൂടാതെ നടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം നമ്മൾ ചിന്തിക്കും എന്റെ കൈ കൂടെ കാര്യങ്ങൾ പോകത്തുള്ളൂ. ഇല്ല, നീ കർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് ഒരുമിച്ച് വരുമ്പോൾ കർത്താവിന്റെ ചുമതല നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളത് ദൈവകൃപയാൽ എന്റെ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ആ പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞു പോയി. ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും കർത്താവിനെ അറിയാനിടയായിത്തീർന്നു. അവർക്കൊരു ബൈബിൾ സ്റ്റഡി തുടങ്ങി. അവരന്ന് അബുദാബിയിലായിരുന്നു. ബൈബിൾ സ്റ്റഡി തുടങ്ങി. അവരുടെ വീട്ടിൽ, അവരുടെ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കുന്ന മറ്റൊരു സഹോദരിയായിട്ട് കണക്ട് ആയി. അവർ യേശുവിനെ അറിയാനിടയായിത്തീർന്നു. അത് കഴിഞ്ഞ് അവരുടെ സഹോദരനുമായിട്ട് കണക്ട് ആയി. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ദൈവം ആ സഹോദരി കൂടി ആരെയൊക്കെ കണക്ട് ചെയ്യാൻ ആഗ്രഹിച്ചോ അവരെല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കാൻ കർത്താവ് കൃപ തന്നു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് പലപ്പോഴും നമ്മൾ സ്വാർത്ഥര, എന്റെ വീട്, എന്റെ ജോലി, എന്റെ കുടുംബം, എന്റെ 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 എന്നാൽ കർത്താവ് പറയുക നോ, നിനക്ക് ഞാൻ എന്തൊരു നന്മ തന്നാലും അതിൽ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു മഹത്വമുണ്ട്. എനിക്ക് ചിലത് നിന്നെ കൊണ്ട് ചെയ്തെടുക്കാനുണ്ട്. ചിലയിടത്ത് ജോലി നിങ്ങൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. എന്നാൽ അതിന്റെ നടുവിൽ കർത്താവ് ചിലപ്പോൾ ചിലതിനെ നിന്റെ കൈ തരാനായിരിക്കാം. നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ചിലപ്പം ചില സിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ നേഴ്സസിനെ അല്ലെ ഡോക്ടേഴ്സിനെ ആരെങ്കിലും ദൈവത്തിന് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവർ യേശുവിനെ അറിയാൻ നിങ്ങൾ ഒരു കാരണമാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഒരു പേഷ്യന്റ് ആയിരിക്കാം. ആ പേഷ്യന്റ് മരണക്കിടക്കയിൽ യേശു എന്നൊരു പേര് നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു പറയാൻ കർത്താവ് നിങ്ങളെ അവിടെ ആക്കിയേക്കുമായിരിക്കാം. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ എത്ര സ്ട്രെസ് വരുമ്പോഴും ജോലി പോയാൽ മതി, ഇവിടെ നിന്ന് ഇട്ടിട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കുമ്പോഴും കർത്താവ് ഉള്ളി പറയില്ല, അവിടെ നിൽക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുക. പക്ഷെ കർത്താവ് പറയാം, മോളെ എനിക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് നമ്മൾ ഏകീഭവിച്ചു വന്നാൽ അവിടെ ദൈവമഹത്വം വെളിപ്പെടും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ ദൈവം ഒരുക്കി തരും. നമ്മൾക്ക് ചെയ്യേണ്ടത് വിശ്വാസത്തോടുകൂടെ കർത്താവിന്റെ കൂടെ നടക്കുക. ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസം ഒത്തിരി കുറഞ്ഞിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. പേരിന് വിശ്വാസിയാ. ഞാൻ പറഞ്ഞില്ല, ആ പെർഫ്യൂമിന്റെ എക്സാമ്പിൾ ഓർത്തോണം. പേര് വിശ്വാസിന്ന ചർച്ചിൽ പോകുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, പാട്ടുപാടുന്നുണ്ട്, എല്ലാ ആക്ടിവിറ്റീസിലുണ്ട്. എന്നാൽ കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ വായിൽ നിന്ന് വരുന്നത് നെഗറ്റീവ് വാക്കുകളാണ്. നിങ്ങളുടെ വീട്ടിൽ കാണും അങ്ങനെയുള്ള ആൾക്കാർ. ഓ കർത്താവ് ചെയ്യും, കർത്താവ് എന്ന് പറഞ്ഞിട്ട് എത്ര നാളെ ഇതുവരെ ഒന്നും നടക്കുന്നില്ലല്ലോ, ഇനി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ബുദ്ധി ചിന്തിക്കണം. ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ചെന്ന് ചാടാൻ പോകുന്ന കുഴിയിൽ. ഇവിടെ പറഞ്ഞത് നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല. ഓർമ്മ വേണം. നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടരുടെ പ്രശ്നം എന്നാന്ന് ഞാൻ പറയാം. അവർ ബുദ്ധിയിൽ ഇറങ്ങി തിരിക്കും, ദൈവഹിതമല്ലാത്ത വഴികളിലേക്ക് ഇറങ്ങും, ചെന്ന് പെടുന്നത് വലിയ വലിയ അബദ്ധങ്ങളിലാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും വായിക്കും, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. ദൈവത്തിന് പ്രസാദമില്ലാതെ നമ്മൾ ഈ ലോകത്ത് എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം ദൈവമക്കളെ? അത് കഴിഞ്ഞിട്ട് പറയാം, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. എന്തുകൊണ്ട് നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞു? ഞാൻ മുമ്പേ വായിച്ച വചനവുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്യുകയാണ്. ചിലർ ഇറങ്ങി തിരിച്ചത് കനാൻ ദേശത്തിലേക്ക് എത്തേണ്ടതിനാണ്. എന്നാൽ അവർ കൈവിടപ്പെട്ടു പോയി, അവര് നാശത്തിലേക്ക് പോയി. അനേക പിതാക്കന്മാർ മരണപ്പെട്ടു പോയി. ഇസ്രായേൽ ജനം ഹാലലി നമുക്ക് അവരുടെ നാശം കാണാൻ കഴിയും. കുറച്ചു പേരെ അക്കരെ നാട്ടിലെത്തിയുള്ളൂ. അവരുടെ തലമുറകൾ നശിച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട്? പിന്മാറിയവരുടെ കൂട്ടത്തിൽ അവരായിപ്പോയി. എന്നാൽ ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുക, വിശ്വാസം നിങ്ങളിലൊന്ന് വർദ്ധിക്കാമോ? കർത്താവ് നമ്മളെ കൂടി ആഗ്രഹിക്കുക, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ജീവിക്കാൻ മറ്റും ദൈവമക്കളെ, എന്റെ കുടുംബത്തിന്റെ സാക്ഷ്യം അത്. എന്നെ വളർത്തിയ എന്റെ മാതാപിതാക്കൾ, എന്റെ കുടുംബം. ഇന്ന് ഞാൻ ആ വാക്യം വായിക്കുമ്പോഴൊക്കെ ഓർമ്മ വരുന്നത് എന്റെ ചെറിയ പ്രായം തൊട്ട്, എനിക്കൊന്നൊരു കേൾവി കേൾക്കാൻ പ്രായമായ സമയം തൊട്ട് എന്റെ മമ്മി എപ്പോഴും പറയുന്ന വാക്കതാ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എന്റെ ഉള്ളത്തിൽ. അങ്ങനെ ഏത് വിഷയത്തിന്റെ നടുവിൽ ഈ വാക്യം മമ്മി പറയും. മമ്മി അവളോട് പറയും, കർത്താവ് നടത്തും. ഇന്ന് വരെ കർത്താവ് നടത്തി. എന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ അത്ഭുതങ്ങളാ, എല്ലാ മിറക്കിളുകളാ, എല്ലാ ദിവസവും ഞാനത് കാണുകയാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവം ചെയ്ത ഓരോ അത്ഭുതങ്ങൾ എത്ര വർണ്ണിച്ചാലും മതി വരില്ല. കർത്താവ് ചെയ്തത് എത്ര പറഞ്ഞാലും തീരത്തില്ല. കാരണം ഞാൻ ഇപ്പോഴും പറയാം, നമ്മുടെ ഇഷ്ടം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കർത്താവിന്റെ ഇഷ്ടവുമായിട്ടൊന്ന് ഏകീഭവിക്കാമോ? ആരും നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ കാണും. രണ്ടുപേർ ഐക്യമത്തിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കും. അതിനകത്ത് ആക്ച്വലി ദൈവം ഉദ്ദേശിക്കുന്ന ആരെന്ന് അറിയാം? ഹസ്ബൻഡ് ആൻഡ് വൈഫാ. ഈ ഭൂമിയിൽ ശരിക്കും ഏകഹൃദയത്തോടു കൂടെ വരാൻ പറ്റുന്ന എപ്പോഴും ഭർത്താവിനും ഭാര്യയ്ക്കും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു ഭർത്താവ് നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇല്ലെങ്കിൽ ഓർത്തോ, നിങ്ങൾക്കൊരു കർത്താവുണ്ട്. കർത്താവിനോട് പറഞ്ഞു, അപ്പാ ഈ ഭൂമിയിൽ എനിക്ക് ആരുമില്ല, പക്ഷെ അങ്ങ് പറഞ്ഞു ലോകാവസാനത്തുള്ള എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്.
എന്റെ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരാളില്ല. പക്ഷേ കർത്താവിന്റെ സാന്നിധ്യത്തെ ഞാൻ ചോദിക്കുക, എന്റെ കൂടെ ഒന്ന് ഇരിക്കാമോ? പിതാവിനോട് എനിക്ക് വേണ്ടി ഒന്ന് അപേക്ഷിക്കാമോ? പക്ഷെ ആ കർത്താവ് അപേക്ഷിക്കുന്നത് പോലെ എന്തെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാവോ? ഞാനും അത് തന്നെ അപേക്ഷിക്കാം. എനിക്ക് എന്റെ കർത്താവിന്റെ ഇഷ്ടം മതി. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ ആരിന്നി രാത്രി തയ്യാറാകുന്നോ? നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി ഈ വചനം ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലയിടത്ത് ചലനങ്ങൾ നടക്കുമെന്ന് ഞാൻ പ്രവചനാത്മാവിൽ പറയുക. ഇത് വെറുതെ ഞാൻ പറയുന്നതല്ല ദൈവമക്കളെ. ഞാൻ ഈ വിടുതൽ കണ്ടിട്ടുള്ളയാളാ, അനുഭവിച്ചിട്ടുള്ള. ഇന്ന് രാത്രി പരിശുദ്ധാത്മ വ്യക്തമായിട്ട് എന്നോട് പറയുന്നു, ചിലയിടത്ത് ചില പേപ്പറുകളെ ചേഞ്ച് ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നവരോട് പറയുക, അല്ലെങ്കിൽ ആ പേപ്പറുകളെ ചലിപ്പിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പറ്റും. എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും രാജ്യങ്ങളുടെ നിയമങ്ങളെ മാറ്റണമോ? ദൈവം മാറ്റും. ഞാൻ ഷോർട്ടാക്കി പറയുക, എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം 3 രാജ്യങ്ങളുടെ നിയമത്തെ ഒറ്റ ആഴ്ച കൊണ്ട് മാറ്റി. മനസ്സിലായോ? ഞാൻ ആസാദി ചാനൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കോവിഡ് വാക്സിൻ എടുത്തിട്ടില്ല, ഞാനും എന്റെ ഹസ്ബൻഡും. ഞങ്ങൾ വാക്സിൻ എടുത്തിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇന്ത്യയിൽ പോകണം. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തണമെങ്കിൽ കോവിഡ് വാക്സിൻ ഇല്ലാതെ എത്താൻ പറ്റത്തില്ലാത്ത സമയത്ത്, മനസ്സിലായോ? വാക്സിൻ ഇല്ലാതെ കാർഡ് കാണിക്കാതെ കയറാൻ പറ്റാത്ത സമയത്ത് കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, നീ എന്റെ സന്നിധിയിൽ 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. കുടുംബമായിട്ട് ഞാൻ പറയാം, 2 പേര് ഐക്യപ്പെട്ട് എന്തി അയച്ചാലും തരാന്ന് പറഞ്ഞു. 2020 എനിക്ക് 22 ഞങ്ങൾക്ക് നാട്ടിൽ പോകണം. 2022 ഡിസംബറിൽ ഞങ്ങൾ നാട്ടിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അറിയാലോ കോവിഡിന്റെ ആ ഒരു പീക്ക് ടൈം നിൽക്കുക. എല്ലായിടത്തും ഇന്ത്യ ചെല്ലണമെങ്കിൽ എയർ സുവിധ ഫോം വേണം, എയർ സുവിധ. അങ്ങനെ ക്രിട്ടിക്കലായിട്ട് നിൽക്കുന്ന ടൈം. എന്നാൽ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, മമ്മി കൂടി ദൂത് പറഞ്ഞു, മക്കളെ നിങ്ങൾ 2022 ഡിസംബർ 1-ാം തീയതി നാട്ടിലുള്ളതായിട്ട് എന്നോട് ദൈവാത്മാവ് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ദൈവം ഓൾറെഡി വാഗ്ദത്തം തന്നു, 2022 ഡിസംബർ 1-ാം തീയതി ഞങ്ങൾ എവിടെ ഉണ്ടെന്ന്, നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി ആൻസർ തന്നല്ലേ. ശരിക്കും കർത്താവ് അങ്ങനെ നമുക്ക് ഓൾറെഡി ആൻസർ അങ്ങ് തരും, എന്നിട്ടാണ് നമ്മളെ സഞ്ചരിപ്പിക്കുന്നത്. യോസഫിനോട് പറഞ്ഞു, നീ രാജാവിന്റെ രണ്ടാമനായി നിൽക്കും, നിന്നെ മാനിക്കുന്ന ഒരു സമയമുണ്ട്, നിന്റെ മുമ്പിൽ ആൾക്കാർ വന്ന് വണങ്ങുന്ന ഒരു സമയം. ഓൾറെഡി കൊടുത്തു വാക്തത്വം, എന്നിട്ടാണ് നമ്മുടെ ജേണി തുടങ്ങുന്നത്. എപ്പോഴും അങ്ങനെ നമുക്ക് വാക്തത്വം തന്നിട്ടാണ് നമ്മുടെ ജേണി തുടങ്ങുന്നത്. പക്ഷെ ഇപ്പൊ ലോകത്തിന്റെ പ്രശ്നം, ക്വസ്റ്റ്യൻസ് വന്നിട്ട് പിന്നെ ആൻസർ തേടി പോകും. നമുക്ക് ഓൾറെഡി ആൻസർ തരും, നമ്മൾ ആക്ച്വലി ക്വസ്റ്റ്യൻസിന്റെ ഓരോ പസിൽ ക്ലിയർ ചെയ്ത് പോവാം. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അതാ. മനസ്സിലാകുന്നുണ്ടോ? ഓൾറെഡി ഈ വാക്തത്വം കിട്ടിയിട്ട് ഞാൻ ആ വാക്തത്വം വെച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് എന്നോട് നിയോഗം തന്നു, 7 ദിവസം ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. ഞാൻ എന്റെ ഹസ്ബൻഡോട് പറഞ്ഞു, അച്ഛാ നമുക്ക് 7 ദിവസം ഇരിക്കാം. ആദ്യമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് ചെയ്യുന്ന ഫാസ്റ്റിംഗ് എന്നാ. ഉച്ചവരെ ഞാനും ഹസ്ബൻഡും കൂടെ പ്രാർത്ഥനാ റൂമിൽ, ഇതെന്റെ പ്രെയർ റൂമാ, ഇവിടെ വന്നിരുന്നു. 2 പേരും കരം കോർത്ത് പിടിച്ചു. ഞങ്ങൾ എന്റെ പ്രെയർ ബുക്കിൽ ഞാൻ ഓരോ വിഷയങ്ങൾ എഴുതി വെച്ചു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു കോവിഡ് റെസ്ട്രിക്ഷനും ഇല്ലാത്ത ഞങ്ങൾക്ക് നാട്ടിലെത്തണം. ഞങ്ങൾ വാക്സിൻ എടുക്കത്തില്ല. അത് ചുമ്മാ കയറി അങ്ങോട്ട് പറഞ്ഞല്ല, കർത്താവ് ഞങ്ങളോട് വാക്സിൻ എടുക്കരുതെന്ന് പറഞ്ഞോണ്ട്. എടുക്കുന്നതിനോട് എനിക്ക് ആ ഒരു ഇത്, എടുത്തവര് പാവരും അങ്ങനെ ഒന്നും ചിന്തിക്കില്ല. ഞാൻ ഒരു പ്രാവശ്യം ഒരിടത്ത് പറഞ്ഞപ്പോൾ ചോദിച്ചു, അപ്പൊ വാക്സിൻ എടുത്തവരെല്ലാം അബദ്ധം കാണിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നോട് എടുക്കരുതെന്ന് പറഞ്ഞു, ഞാൻ എടുത്തില്ല. അതാണ് വാക്സിൻ എടുക്കുന്ന തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നോടും എന്റെ ഹസ്ബൻഡോടും പരിശുദ്ധാത്മാ പറഞ്ഞു, നിങ്ങൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എടുത്തില്ല. അപ്പം എടുക്കാതിരുന്നപ്പം പല പ്രയാസങ്ങളുണ്ടായി. എന്റെ ഹസ്ബൻഡ് ജോലിയിൽ പ്രശ്നം ഉണ്ടായി. അച്ഛൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞൊരു നോട്ടീസ് കൊടുത്തു അവരോട്, എന്ത് വന്നാലും എടുക്കത്തില്ലെന്ന്. അങ്ങനെ അല്പനാൾ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോലി പ്രശ്നം വന്നു. അച്ഛൻ ജോലി റിസൈൻ ചെയ്തു. ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് അച്ഛന് ജോലിയില്ല. ആ സമയത്താണ് കർത്താവിന്റെ പ്രൊവിഷൻസ് ഞങ്ങൾ അറിഞ്ഞത്. ഞാൻ ജോലി ചെയ്യുന്നില്ല ഓൾറെഡി. നിങ്ങൾക്കൊക്കെ അറിയാം, വിദേശത്ത് 2 പേര് ജോലി ഇല്ലാത്ത അവസ്ഥ എന്തെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും അധികം ദൈവത്തിന്റെ കരം കണ്ടത് ആ 2 വർഷം. ഓരോ ദിവസവും ഞങ്ങളോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത്? ദൈവം അത്ഭുതകരമായി ഞങ്ങളെ നടത്തി, മിറാക്കുലസ് വേസ്. ഓരോ ദിവസം ഞാൻ ചിന്തിക്കുമ്പോൾ എങ്ങനെ ഇതൊക്കെ നടന്നെന്ന് ചിന്തിക്കും. പക്ഷെ വലിയ കാര്യങ്ങളെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ നാട്ടിൽ പോകുന്ന കാര്യം വന്ന് ഞങ്ങൾ 7 ദിവസം, നവംബർ 14 തൊട്ട് 2022 നവംബർ 14 തൊട്ട് 21 വരെ 22 വരെയുള്ള ദിവസങ്ങൾ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉപവാസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾക്ക് നാട്ടിൽ പോകണമെങ്കിൽ അങ്ങ് പറഞ്ഞ് പോകുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അപ്പനുമായിട്ട് ഏകീഭവിക്കും, അതായത് കർത്താവുമായിട്ടുള്ള ഇഷ്ടത്തിന് അങ്ങ് വിടാന്ന് പറഞ്ഞു. മിനിസ്ട്രിക്ക് വേണ്ടി വിടുമെന്നാ പറഞ്ഞത്. ഞാൻ പോകാം, അങ്ങ് അയച്ചാ പോവാം. അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഒറ്റ കാര്യം കർത്താവ് പറഞ്ഞു, വിശ്വാസത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യേ. എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, അക്സ 4 പേരുടെ ടിക്കറ്റ് ബുക്കണം, എത്ര രൂപയാന്ന് അറിയാമല്ലോ. ഇപ്പൊ US എന്നൊക്കെ UK എന്നൊക്കെ നിങ്ങൾക്കൊക്കെ ഊഹിക്കാം. 4 പേരുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ലക്ഷങ്ങളാ. എന്നോട് ചോദിച്ചു, ടിക്കറ്റ് ബുക്ക് ചെയ്താൽ എങ്ങനാ? ഞാൻ വിശ്വാസത്താ ചെയ്യണം. എന്റെ നീതിമാൻ വിശ്വാസത്തെ ജീവിക്കുന്നു. വിശ്വാസം എന്നതിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് അറിയാമോ? ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. നാട്ടിൽ 1-ാം തീയതി എത്തൂന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ ടിക്കറ്റ് എടുക്കുന്നതാണ് ആദ്യത്തെ ഉറപ്പ്. വിശ്വാസത്തോടെ ടിക്കറ്റ് എടുത്തു. വിശ്വാസത്തോടെ പിള്ളേർക്ക്
വിസയുടെ കാര്യങ്ങൾ ചെയ്തു, 2 കുഞ്ഞുങ്ങൾക്കും ഇന്ത്യൻ വിസിറ്റിംഗ് വിസ എടുത്തു, എല്ലാം എടുത്തു, പാസ്പോർട്ട് എടുത്തു, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റെഡിയാക്കി, ടിക്കറ്റും എടുത്തു. ടിക്കറ്റുമായിട്ട് ഞാൻ പ്രയർ റൂമിൽ വന്നു, പ്രാർത്ഥനാ ബുക്കിന്റെ മേളിൽ വെച്ചു. അപ്പ ഞങ്ങൾ 1-ാം തീയതി നാട്ടിലെത്തുന്നതിനായി സ്തോത്രം. ഞാൻ വിശ്വാസത്തെ എല്ലാവർക്കും ഡേറ്റ് കൊടുത്തു, മീറ്റിങ്ങിന് ചെയ്യാനുള്ള എല്ലാ ഡേറ്റും കൊടുത്തു. എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞങ്ങൾ 1-ാം തീയതി നാട്ടിൽ വരും. വിശ്വാസം പറയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, അക്സ പക്ഷെ അമേരിക്കയുടെ റൂള് മാറിയിട്ടില്ല, ഞങ്ങൾക്ക് 3 രാജ്യം കടക്കണം. അതായത് അമേരിക്കയിൽ നിന്ന് ഞങ്ങൾക്ക് UAE വരണം, ദുബായിയുടെ നിയമം മാറണം. ദുബായിയുടെ നിയമം മാറിയാലേ ഇന്ത്യയിൽ എത്താൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നവംബർ 21-ാം തീയതി ഞായറാഴ്ച എന്റെ ഫാസ്റ്റിംഗ് കഴിഞ്ഞു. ഞാൻ വീട്ടിലിരിക്കുക ഉച്ചയ്ക്ക്. എന്റെ ഹസ്ബൻഡ് ജസ്റ്റ് വണ്ടിയായിട്ട് ഒന്ന് പുറത്തോട്ട് പോയി. അന്ന് വൈകുന്നേരം എന്നെ കാണാൻ ഞങ്ങളുടെ ചർച്ചിൽ ഒരു സിസ്റ്റർ ഒരു മോളും കൂടെ വന്നു കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ. ഞാൻ അവരുമായിട്ട് ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഇതെനിക്കറിയത്തില്ല, ഇത് എന്തിന് എന്നോട് പരിശുദ്ധാത്മ ഇപ്പൊ ഫോഴ്സ് ചെയ്യുന്നു പറയുന്നത് ആരോടാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയും ചില നിയമങ്ങളെ ദൈവം നിനക്ക് വേണ്ടി മാറ്റാൻ പോവാ. എന്തെന്ന് എനിക്കറിയത്തില്ല, ആരോടും നടത്തില്ല. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നത് കൊണ്ട് ഞാൻ പറയും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ. ഞാനും ആ സിസ്റ്ററും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ഫോണിലേക്ക് എനിക്കൊരു മെസ്സേജ് വരും. ഒക്ലഹോമ പ്രയർ ലൈൻ എന്ന് പറഞ്ഞൊരു പ്രയർ ലൈൻ ഉണ്ട്. പ്രയർ ലൈനകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യൂസ് അപ്ഡേഷൻ വരുമ്പോൾ വരും. ഞാൻ നോക്കിയപ്പോൾ അതിനകത്തേക്ക് ഒരു ന്യൂസ് വരിക, ഇന്ത്യ എയർ സുവിധ എടുത്തു മാറ്റി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഷോക്ക് ആയിപ്പോയി. ഇന്ത്യ എയർ സുവിധ എടുത്തു മാറ്റിയോ? എയർ സുവിധ എന്ന് പറഞ്ഞൊരു ഫോം വേണം. എല്ലാരും ഞങ്ങളോട് പറയുന്നുണ്ട് ആ ഫോം മേടിക്കണം. ഞങ്ങൾ നവംബർ 28-ാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി, 2 ദിവസം എത്തും നാട്ടിലെത്താൻ. നവംബർ 28 ഞങ്ങൾ 30-ാം തീയതി നാട്ടിലെത്തും. മനസ്സിലായോ? 31 ഡിസംബർ 1-ാം തീയതി വീട്ടിലുണ്ട്. അപ്പോ എയർ സുവിധ എടുത്ത് മാറ്റുന്ന പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു കർത്താവ് എന്തോ അത്. ഞാൻ വീണ്ടും പോയി ന്യൂസ് നോക്കിയപ്പോൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തപ്പോൾ യെസ് ദാറ്റ്സ് ട്രൂ, നവംബർ 22-ാം തീയതി ഇന്ത്യ എയർ സുവിധ. അപ്പൊ ദർ ഇസ് നോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ കോവിഡ്. അതായത് അതിന്റെ ഒരു കാര്യം എല്ലാം മാറ്റി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഡെസ്റ്റിനേഷന്റെ നിയമം ദൈവം മാറ്റി. എവിടെയാ ഞാൻ എത്തേണ്ട അവിടെ നിയമം മാറ്റി. എനിക്ക് അപ്പം മനസ്സിലായി തുടങ്ങി കർത്താവ് തന്റെ പ്രവൃത്തി തുടങ്ങി. ഏതാ? ഫാസ്റ്റിംഗ് തീരുന്നതിന്റെ അന്ന്. 2-ാമത്തെ ദിവസം 22-ാം തീയതി ആയപ്പോ UAE-യുടെ നിയമത്തെ ദൈവം മാറ്റി. 24-ാം തീയതി ആയപ്പോ അമേരിക്കയുടെ നിയമം മാറ്റി. എന്താണെന്നറിയോ? ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ഒരു ചെക്കിങ്ങും ഇല്ല, മാസ്ക് ഇടണ്ട, ഒന്നും ഇടണ്ട, ഒരു റെസ്ട്രിക്ഷനും വേണ്ട, അവർ വാക്സിൻ ചോദിക്കുന്നില്ല, ഒന്നുമില്ല. എല്ലാവരും നേരത്തെ എങ്ങനെ യാത്ര ചെയ്തോ അതുപോലെ എയർപോർട്ടുകൾ മാറി. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വാസത്തോടെ 28-ാം തീയതി എയർപോർട്ടിൽ ചെന്നു. ഒരു റെസ്ട്രിക്ഷനും ഒരു ചെക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. നാട്ടിൽ നിന്ന് എങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു അതുപോലെ ഞങ്ങൾ ചെന്നു, നാട്ടിലെത്തി. അതൊരു വലിയ ടെസ്റ്റിമണി ആയിരുന്നു. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പരസ്യയോഗം നടത്തിയപ്പോൾ അവിടെ ഞാൻ ഈ ഉറക്കി ടെസ്റ്റിമണി പറഞ്ഞു. ഞങ്ങൾ ഇവിടെ എത്തിയത് വലിയൊരു ടെസ്റ്റിമണിയാണ്. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും വാക്സിൻ എടുക്കാതെ വന്നു പറയുമ്പോൾ എല്ലാവർക്കും ഷോക്കാ. ഞാൻ പറഞ്ഞു ദൈവം പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ, നീ പറയുന്നത് പോലെ ദൈവം ചില ചലനങ്ങൾ ചെയ്യേണ്ടടുത്ത് ചെയ്യും. പക്ഷെ ഇന്ന് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം നമ്മളും കർത്താവും തമ്മിൽ ഏകീഭവിക്കുന്നത്. കർത്താവ് പറയാ നീ വിശ്വാസത്തോടെ ഇറങ്ങാൻ പറഞ്ഞ പറയും, എന്നാലും എങ്ങനെയാ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഞാൻ ഇരുന്നിരുന്നെങ്കിലോ? മനസ്സിലായോ? നമ്മളെപ്പോഴും വിശ്വാസത്തെ കുറിച്ച് പറയുന്നവരാ. എന്നെ എപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ ചിലർ സർജറിക്ക്, സിസേറിയൻ ആയിക്കോട്ടെ, എന്തിനെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡെലിവറിക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിസേറിയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സർജറിക്ക് ആയിക്കോട്ടെ, നിങ്ങൾ ഇന്ന് വരെ നിങ്ങളെ സർജറി ചെയ്യുന്ന ഡോക്ടറോട് അവരുടെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ടോ? ഡോക്ടറെ പേരെന്തുവാ, ഏത് കോളേജിലാണ് പഠിച്ചേ, എത്ര പേരുടെ സർജറി ചെയ്ത് സക്സസ് ആയിട്ടുണ്ടോ? ഇന്ന് വരെ ഏതെങ്കിലും പേഷ്യൻസ് ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? അവരുടെ ഞാൻ ഓർത്തിട്ടുണ്ട് നമ്മുടെയൊക്കെ ധൈര്യം എന്നത്. ചിലപ്പോൾ ആ വ്യക്തിയുടെ ആദ്യത്തെ സർജറി ചിലപ്പോൾ നിങ്ങളുടെ ദേഹത്തായിരിക്കും. നിങ്ങൾ അറിയുന്നുണ്ടോ? ഫസ്റ്റ് സർജറി ആയിരിക്കും, നിങ്ങൾക്ക് അറിയത്ത് പോലും ഇല്ല. ചിലപ്പോൾ പുള്ളി സർജറി ചെയ്ത് 2 പേരും തട്ടിപ്പോയിട്ടുണ്ടാവും. പക്ഷെ അത് പറഞ്ഞാലുള്ള പ്രശ്നം എന്താ? പക്ഷെ നമ്മൾ ഇതൊന്നും ചോദിക്കാറില്ല. പക്ഷെ ഡോക്ടർ നമ്മളോട് കുറെ കാര്യം പറയും, സൈൻ ചെയ്ത് തരണം എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ തട്ടിപ്പോയാലും ഒരു ഉത്തരവാദിത്വം ഇല്ല, നിങ്ങൾ എഴുതി തരണം എന്നൊക്കെ പറയും, ഇല്ലേ? അതൊക്കെ നമ്മൾ എന്ത് കൂളായിട്ട് സൈൻ ഇട്ട് കൊടുക്കുന്നറിയോ? എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ എന്നെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു തരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്നെ കൊല്ലാനും ജീവിപ്പിക്കാനും നിങ്ങളുടെ കയ്യിൽ ഞാൻ അങ്ങ് ഏൽപ്പിച്ചു തരിക. ഒരു കൂസലും ഇല്ലാതെ ബെഡേ കിടക്കും, ഇല്ലേ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. എന്നാ കർത്താവ് പറയുക, മോളെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകും, നിനക്ക് സർജറി ഇല്ല, നിന്നെ വിടിവിക്കാൻ പോവാ. അപ്പൊ നമ്മൾ ദൈവസന്നിധി ഇരുന്ന് ചോദിക്കുന്ന ചോദ്യം, കർത്താവെ പക്ഷെ ഡോക്ടർ പറഞ്ഞ സർജറി വേണമെന്ന്, കർത്താവ് പറയുന്ന സർജറി വേണമെന്ന്, പക്ഷെ സർജറി ഇല്ലാതെ ഈ കാര്യം പോകത്തില്ല, ക്യാൻസർ അല്ല, അത് സ്പ്രെഡ് ആകും. മനസ്സിലായോ? കർത്താവിനെ അങ്ങോട്ട് പഠിപ്പിക്കുക. ആരാന്നറിയോ? കർത്താവ് സൃഷ്ടാവാണേ. സൃഷ്ടാവിനെ അങ്ങോട്ട് നമ്മൾ പഠിപ്പിക്കുക. എന്താണെന്നറിയോ? കർത്താവെ അങ്ങേക്കറിയോ ഇത് ക്യാൻസറിന്റെ 3rd സ്റ്റേജാ, 4th സ്റ്റേജാ, ഇത് സ്പ്രെഡ് ആയാൽ ഇന്ന ഓർഗൻസിനെ ബാധിക്കും, ഇന്ന ഓർഗൻസിനെ ബാധിച്ചാൽ പിന്നെ ട്രാൻസ്പ്ലാന്റേ പറ്റത്തുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് പഠിപ്പിക്കും. കർത്താവ് ഹോളി ഇരുന്നിട്ട് ആരോടാ ഈ പറയുന്നേ?
നിന്നെ സർജറി ചെയ്യുന്ന കീമോ ചെയ്യുന്ന ഡോക്ടറെ സൃഷ്ടിച്ചവനാ ഞാൻ കൂടെ ഇല്ലെങ്കിൽ ചെയ്യുന്ന സർജറി ഫെയിലിയർ ആയി പോകും. ഞാനല്ലേ നിന്നെ സൃഷ്ടിച്ചത്. എനിക്ക് എൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൊണ്ട് ഒരു നോട്ടം നോക്കിയാൽ എത്ര പവർഫുൾ ആയ കീമോയെക്കാളും പവർഫുൾ ഉള്ള നോട്ടം എൻ്റെ കയ്യിലുണ്ട്. ആ കണ്ണ് എൻ്റെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു വിരൽ തൊട്ടാ മതി, ഒരു വാക്ക് മതി. എന്നാൽ നിനക്ക് എന്നെക്കാളും വിശ്വാസം മനുഷ്യരെയാണ് നീ ആശ്രയിക്കുന്നത്. എന്നാൽ അവിടെ കർത്താവിന്റെ ഹൃദയം നമ്മൾ മുറിപ്പെടുത്തുകയാണ്. നമ്മൾ ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റിലെ പൈലറ്റിനോട് നിങ്ങൾ ചോദിക്കാറുണ്ടോ എത്ര ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്തിട്ടായി എത്ര അവേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കാറില്ല. ഈസി ആയിട്ട് കൂളായിട്ടല്ല ഫ്ലൈറ്റ് കയറിയിരിക്കുന്നത്. എന്നാ കർത്താവ് പറയാം, നീ ഇറങ്ങിത്തിരിക്കും, ഞാൻ നിന്നെ പുലർത്താന്ന്. കർത്താവ് അങ്ങേക്ക് ഉറപ്പുണ്ടോ ഞാൻ ഇറങ്ങിയ എന്നെ താഴെ ഇടത്തില്ലല്ലോ അല്ലേ? എന്റെ കർത്താവെ അങ്ങേക്ക് ഉറപ്പുണ്ടോ ഞാൻ ഇന്ത്യയിൽ എത്തുമെന്ന്? കർത്താവെ കർത്താവെ എന്ന് പറഞ്ഞ് എന്ത് ചോദ്യങ്ങളാണ് നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത്. പത്രോസ് ചോദിച്ചാൽ കർത്താവെ നീ ആകുമെങ്കിൽ ഞാൻ വെള്ളത്തിൽ നടക്കാം കേട്ടോ. പത്രോസ് ഇത്രയും നാൾ നീ എൻ്റെ കൂടെ അല്ലേ നടന്നത്, ഞാൻ നിനക്ക് അറിയത്തില്ലേ? അറിയാം, പക്ഷെ എന്നാലും വെള്ളത്തിൽ കൂടെ നടക്കുന്നുണ്ട് എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ട് കർത്താവെ നീ ആകുന്നുവെങ്കിൽ. മനസ്സിലായോ? ചിലരോട് കർത്താവ് പറയാ മനുഷ്യര് പറയുന്നത് എന്തും നമ്മൾ അനുസരിക്കും. എന്നെ അത് പലപ്പോഴും സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഡോക്ടർ 24 മണിക്കൂർ വെള്ളം കുടിക്കാതെ വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കത്തില്ലേ? ഇല്ലേ സിസ്റ്ററെ പറഞ്ഞേ? അടുത്ത 24 hours വെള്ളം കുടിക്കാതെ വേണം അടുത്ത ചെക്കപ്പിന് വരാൻ പറഞ്ഞാൽ വെള്ളം എടുക്കും. ദാഹിച്ചാൽ പോലൊന്നും തൊടാൻ വേണ്ട, എന്തെങ്കിലും പറ്റിയാലോ മരിച്ചു പോയാലോ അല്ലേ? നമ്മൾ ചെയ്യത്തില്ലേ? നമ്മൾ അനുസരിക്കും. ഡോക്ടർ എന്ത് പറഞ്ഞാലും അനുസരിക്കും. തല കീഴായി കിടക്കാൻ പറഞ്ഞാലും നമ്മൾ അനുസരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ കേൾക്കണേ, കർത്താവ് പറയാം മോളെ ഈ വിഷയത്തിനോട് നീ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ. കർത്താവേ എനിക്ക് ഷുഗർ കുറവാ, അയ്യോ ഷുഗർ ഡൗൺ ആവും, രാവിലെ എഴുന്നേറ്റ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്റെ തല കറങ്ങും, അയ്യോ എനിക്ക് ബ്ലഡ് പ്രഷർ ഉള്ള ആളാ, അയ്യോ ഞാൻ തട്ടിപ്പോയി എന്തെടുക്കും? ഞാൻ ആരോടാ പറയുന്നത് എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാ പറയുന്നത് ഞാൻ പറയുക. ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിശ്വാസികൾക്ക് ഇന്ന് 10-15 കുറഞ്ഞത് 15 കാരണങ്ങളിലെങ്കിലും പറയാനുണ്ട്. അയ്യോ എനിക്ക് ജോലിക്ക് പോകേണ്ടതാ, എനിക്ക് അങ്ങനെ ലീവ് എടുക്കാൻ പറ്റത്തില്ല, എനിക്ക് ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറ്റത്തില്ല സിസ്റ്റർ, എനിക്ക് ബ്ലഡ്, ഞാൻ ഇത്ര മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. ഞാൻ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഒരു ടെസ്റ്റിമണി കൂടെ പറഞ്ഞ് നിർത്താം. അത് വേണമെങ്കിൽ ഒന്ന് പോയി യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്റെ 3ാമത്തെ കുഞ്ഞിന് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എന്നോട് കർത്താവ് പറഞ്ഞു ആദ്യത്തെ 2 പ്രഗ്നൻസി പോലല്ല ഈ പ്രഗ്നൻസി, ഡിഫറെന്റ് ഒരു ജേണി ആയിരിക്കും എന്ന് പറഞ്ഞു. എന്ത് ജേണിയാന്ന് എനിക്കറിയത്തില്ല, ഡിഫറെന്റ് ജേണിയാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ കയറിയപ്പോ എനിക്ക് മനസ്സിലായി ശരിക്കും ഡിഫറെന്റ് ജേണിയാ. ആദ്യത്തെ 2 പ്രഗ്നൻസിക്കും ഡോക്ടേഴ്സ് ചെക്കപ്പ് ഉണ്ടായിരുന്നു, നല്ല ട്രീറ്റ്മെന്റ്. എന്നാൽ 3ാമത്തെ കുഞ്ഞിനക്ക് പ്രഗ്നന്റ് ആയി തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് ഒരു ചെക്കപ്പും ഇല്ല, ഒരു ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ഈ രാജ്യത്ത് ഇത്രയും നിയമം സ്ട്രിക്റ്റ് ആയുള്ള രാജ്യത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ അതിനു മുമ്പ് ഒരു മെസ്സേജ് കർത്താവ് എനിക്ക് തന്നായിരുന്നു 3 അമ്മമാരെ കുറിച്ചുള്ള, അതും യൂട്യൂബിൽ കിടപ്പുണ്ട്, ആർക്കെങ്കിലും കേൾക്കണമെങ്കിൽ. വാക്തത്വം പ്രാപിച്ച 3 അമ്മമാരെ കുറിച്ച് അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മെസ്സേജ് ആക്ച്വലി എനിക്കുള്ളതായിരുന്നു. പറഞ്ഞ അനേകർ അത് ഏറ്റെടുത്തു, അനേകർക്ക് വിടുതലായി. പക്ഷെ അത് എന്നോടും കൂടെ ഉള്ളതായിരുന്നു. ആ മെസ്സേജ് പറഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എന്ത് പറഞ്ഞോ അത് എന്നെ ഒന്ന് ജേണി കൂടെ കടത്തി വിടുമോ. പ്രാക്ടിക്കലും കൂടെ വേണമല്ലോ, തിയറി മാത്രം പോരല്ലോ. പക്ഷെ ആ ജേണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ അപ്പൻ എന്ത് പറഞ്ഞാലും ചെയ്യുന്നത് വിടുതലായിരിക്കും. അത് മനുഷ്യർ പറയുന്നതിനപ്പുറമായ ഒരു വിടുതല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ പോയി ആ മെസ്സേജ് അടിച്ചു കൊടുത്ത്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്നൊരു മെസ്സേജ് ഉണ്ട്, നിങ്ങൾ പോയി കേൾക്കണം. അതിനകത്ത് എന്റെ ടെസ്റ്റിമണി പറഞ്ഞു. എന്നാലും ചുരുക്കി ഞാൻ ഒരു വാക്ക് പറയാം. എന്നോട് കർത്താവ്, ഞാൻ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്നു, എനിക്ക് ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് ഇല്ല, ചെക്കപ്പിൽ ഒന്നുമില്ല. എന്നാൽ 4ാം മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിശക്തമായ ശ്വാസമുട്ടൽ വന്നു. ശക്തമായ ശ്വാസമുട്ടല്, ചുമ്മാ ശ്വാസമുട്ടലില്ല, ഓക്സിജൻ കിട്ടാതെ ഞാൻ സ്ട്രഗിൾ ചെയ്യുക. എന്റെ കൈയും കാലും ഒക്കെ മരവിക്കും, കൈ നീലയ്ക്കാൻ തുടങ്ങും, ഓക്സിജൻ കിട്ടുന്നില്ല. പക്ഷെ പെട്ടെന്ന് എന്നോട്, എനിക്ക് പെട്ടെന്ന് 911 വിളിച്ച് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാ ഉള്ളി പറയും, പെട്ടെന്ന് വിലക്കിയിട്ട് പറയും പോകരുത്, ഇത് വാക്തത്വ തലമുറയാ, ഇതിനെ നീ വില കൊടുത്ത് മേടിക്കണമെന്ന് പറഞ്ഞു. എന്തോ ആ വിലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു ഈ തലമുറ ഞാൻ നിനക്ക് വെറുതെ തരത്തില്ല. നീ പ്രസംഗിച്ചത് എന്താന്ന് നിനക്കറിയാമോ? ഞാൻ നിനക്ക് തന്ന ദൂത് എന്താണെന്നറിയാമോ? മറിയ വില കൊടുത്തൊരു യേശുവിനെ നേടി, എലിസബത്ത് വില കൊടുത്തൊരു യോഹന്നാൻ സ്നാപകനെ നേടി, യോക്കെബെദ് വില കൊടുത്ത് ഒരു മോശയെ നേടിയതുപോലെ ഈ കാലഘട്ടത്തിന് വേണ്ടി ഞാൻ നിനക്കൊരു വാക്തത്വ പുത്രനെ തരണമെങ്കിൽ നീ വില കൊടുക്കണമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. എന്നാൽ അന്ന് ദൈവം തന്ന ദൂത് ഇതാണ്, നീ ഇന്ന് തൊട്ട് ഉപവസിക്കാൻ തുടങ്ങണമെന്ന് പറഞ്ഞു. ഒന്നാമതേ എനിക്ക് ലോ പ്രഷർ ഉള്ള ആളാണ്, ബ്ലഡ് പ്രഷർ, ലോ ബ്ലഡ് ഷുഗർ. ഉപവസിക്കാൻ പറഞ്ഞപ്പോ ഞാൻ കർത്താവേ പ്രഗ്നന്റ് ആയിരിക്കും ഉപവസിക്കാനൊക്കെ കർത്താവ് പറയൂ. നല്ലതായിട്ട് 2 പേർക്കുള്ളത് കഴിക്കണമെന്ന് പറഞ്ഞല്ലേ നമ്മളൊക്കെ കഴിക്കുന്നത്. ആദ്യത്തെ 2 അങ്ങനെ കഴിച്ചതാ, 2 പേർക്കുള്ളത് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഒരാൾക്ക് പോലുള്ളത് കഴിക്കുന്നില്ല. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു ഉപവസിക്കണം.
ഉപവസിക്കണം. ഇത് കേട്ടോണ്ടിരിക്കാം. നാട്ടിൽ നിന്ന് എൻ്റെ മമ്മി വിളിച്ചിട്ട് പറഞ്ഞു ഉപവസിക്കണം. അപ്പൊ എനിക്ക് കൺഫർമേഷൻ ആയി. ആരോടും പറഞ്ഞില്ല. കാരണം ആൾക്കാരോട് പറഞ്ഞ ആൾക്കാർ പറയും ഇതൊന്ന് നമ്മളെ ആൾക്കാർ എന്ന് പറയുന്ന വാക്കുകൾ ഇതൊക്കെ ബുദ്ധി കുഞ്ഞുങ്ങളാവരുത്, കർത്താവ് അങ്ങനെയൊന്നും പറയത്തില്ല, ബൈബിളിൽ ഒരു ഗർഭിണികൾ ഉപവസിച്ചിട്ടില്ല, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ കർത്താവ് ചിലത് ചെയ്യാൻ പറഞ്ഞത്, കർത്താവ് പറഞ്ഞതെല്ലാം എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളാണ് ബൈബിളിൽ ഇല്ലേ? അതെ, ഇന്നും കർത്താവ് പറയും. പക്ഷെ അനുസരിക്കുന്നവരോടെ പറയത്തുള്ളൂ. ഞാൻ പറയുന്ന കേൾക്കണേ. അങ്ങനെ അനുസരിച്ചാൽ എക്സ്ട്രാ ഓർഡിനറി. എനിക്കറിയാം സമയം പോയി, ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുക. പരിശുദ്ധാത്മ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞത്, കർത്താവ് പറയുന്നത് അതുപോലെ അനുസരിക്കാൻ ആര് തയ്യാറാകുന്ന കർത്താവ് പറയും, ഞാൻ നിനക്ക് വേണ്ടി ചില എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ ചെയ്യും. ദൈവം ചെയ്തത് ആ ഉപവാസം തുടങ്ങി 4-ാം മാസത്തിൽ 5-ാം മാസത്തിലോട് കയറുന്നതിന് ഉപവാസം തുടങ്ങി. അതായത് രാത്രി 9 മണിക്ക് കഴിച്ചാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കേ ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ. അപ്പം നീണ്ട 15-16 മണിക്കൂർ എൻ്റെ വയറ്റിലേക്ക് ഒന്നും പോകുന്നില്ല. മനസ്സിലായോ? അപ്പം എൻ്റെ ഉള്ളിൽ എനിക്ക് ആ ടെൻഷൻ ഉണ്ട്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് ഇടയ്ക്ക് പിശാച് കൊണ്ട് ടെൻഷൻ ഇടുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് അങ്ങ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്, എന്താ ഞാൻ ചെയ്യേണ്ടെന്നുള്ളത്. കർത്താവ് എന്നോട് പറഞ്ഞ 2 വാക്കുകൾ, അതിനുശേഷം 2 വാക്കേ പരിശുദ്ധാത്മ എൻ്റെ ഉള്ളിൽ പറഞ്ഞു. എന്തറിയോ? ട്രസ്റ്റ് മീ, ഒബേ മീ. അതൊരു മൃദുവായ ശബ്ദമാണ്. വേദന കൂടുമ്പോൾ, സംശയം വരുമ്പോൾ, അപ്പ എന്തുവാന്നുള്ള ചിന്ത വരുമ്പോൾ ഈ ശബ്ദം ഞാൻ കേൾക്കും, ട്രസ്റ്റ് മീ, ഒബേ മീ. ഞാൻ അങ്ങനെ ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്തു. 7-ാം മാസം 8-ാം മാസത്തിലൊക്കെ ആയപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ചെക്കപ്പിനോ പോകുന്നില്ല, അൾട്രാസൗണ്ട് ചെയ്യുന്നില്ല, കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല. ആദ്യത്തെ 2 എക്സ്പീരിയൻസ് അല്ലാത്തത് കൊണ്ട് ഒത്തിരി ഡൗട്ട് ഉണ്ട് ഉള്ളിൽ. പലരും എൻ്റെ മുമ്പിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഓർത്ത് വെയിറ്റ് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഓൾറെഡി മമ്മി ഇവിടെ ആദ്യത്തെ 3 മാസം മമ്മി പോകുന്നതിന് വെയിറ്റ് ചെക്കിയപ്പോൾ 130 പൗണ്ട്സ് ഉണ്ട്. ഞാൻ 130 പൗണ്ട്. ഇപ്പൊ നാട്ടിലെ രീതി പറഞ്ഞ ഏകദേശം 55 കിലോ എന്ന് ഉദ്ദേശിച്ചു. ഞാൻ 7-ാം മാസത്തിലും 8-ാം മാസത്തിലും 9-ാം മാസത്തിലും ചെക്ക് ചെയ്യുമ്പോഴും സെയിം, 1 ഗ്രാം പോലും ഞാൻ കൂടുന്നില്ല. ഇത് വരുമ്പോ നമുക്ക് ഡൗട്ട് വരും, കർത്താവേ അപ്പൊ കുഞ്ഞ് വളരുന്നില്ലേ, അയ്യോ കുഞ്ഞിന് ദൈവമേ. അപ്പൊ എനിക്ക് ആദ്യം പെട്ടെന്ന്, ഞാനിത് പറഞ്ഞ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോഴും ഈ ശബ്ദം കേൾക്കാം, ട്രസ്റ്റ് മീ, ഒബേ മീ. എന്നിട്ട് പിന്നെ കർത്താവിനോട് പറഞ്ഞു, ഇനി നീ വെയിറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കൊരു ലാസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്യിക്കുമ്പോഴും 9-ാം മാസത്തിലോട് കയറിയപ്പോഴും 130 പൗണ്ട്സ്, 1 ഗ്രാം. അപ്പൊ ഞാൻ ഓർത്ത് എന്റെ വീട്ടിലെ വെയിങ് മെഷീന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ വീട്ടിൽ പോയി ചെക്ക് ചെയ്തു, അവിടെ 130 പൗണ്ട്സ്. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കറിയില്ല കുഞ്ഞിന്റെ വെയിറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഒരു രാത്രി ഒരു ദുസ്വപ്നം കൂടെ ഞാൻ കണ്ടു. മെലിഞ്ഞിരിക്കുന്ന ഇത്രയും കൈവെള്ളയിലുള്ള ഒരു കുഞ്ഞു വികൃതമായ ഒരു മുഖം, ഉണ്ടക്കണ്ണ്, പേടിച്ചു പോകുന്ന രൂപം. എന്നിട്ട് എന്നോട് പിശാച് പറയാ, നീ ഉപവസിക്കുവല്ലേ, നിനക്ക് കിട്ടാൻ പോകുന്ന കുഞ്ഞ് ഇങ്ങനത്തെയാണ്. പെട്ടെന്ന് ഞാൻ ആദ്യം പിടിച്ച് എഴുന്നേറ്റ്, എനിക്ക് വീണ്ടും ശ്വാസമുട്ടൽ തുടങ്ങി. പക്ഷെ അന്ന് അത് ഞാൻ ആ ടെസ്റ്റ് മണി പറഞ്ഞു, നിങ്ങൾ പോയി വിശദീകരിച്ച് കേട്ടാൽ അതിനകത്ത് ഞാനത് വചനം കൊണ്ട് പിശാചിനെ ഓരോന്ന് പറഞ്ഞ് ജയിക്കാൻ തുടങ്ങി. വചനം പറഞ്ഞ് ജയിച്ചു. ദൈവമക്കളെ, ജാനുവരി 20-ാം തീയതി, വിശ്വാസത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം, കർത്താവ് നടത്തിയ വിധങ്ങളാണ് ഞാൻ പറഞ്ഞത്. ജാനുവരി 20-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ 19-ാം തീയതി രാത്രി പോയി. 20-ാം തീയതി രാവിലെ 10:15 ദൈവം എനിക്ക് മിടുക്കനായ ഒരു ആൺകുഞ്ഞിനെ ദാനമായി, കർത്താവ് പറഞ്ഞ പോലെ വാക്തത്ത പുത്രനെ പ്രസവിച്ചു. ഹല്ലേലൂയ. ഏറ്റവും വലിയ അതിശയം എന്താണെന്നറിയാമോ? ഡെലിവറി കഴിഞ്ഞു. ഡോക്ടർ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് എന്നോട് ആദ്യം വന്ന് പറയുന്നത്, ഇതൊരു ബിഗ് ബേബിയാന്നാ. ഞാൻ ചോദിച്ചു, എത്രയാ വെയിറ്റ് എന്ന് ആദ്യം ചോദിച്ചപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളും 2 പേർക്കുള്ള ഭക്ഷണം കഴിപ്പിച്ചില്ലേ നമ്മളെല്ലാരും, ആ 2 പേർക്കുള്ള ഭക്ഷണം കഴിച്ചുണ്ടായ കുഞ്ഞുങ്ങൾ 7 പൗണ്ടേ. ഫാസ്റ്റിംഗ് ഇരുന്ന കുട്ടി കൊച്ച് 8 പൗണ്ട് 3 ഔൺസ്. കുഞ്ഞിനെ കയ്യിലോട്ട് കിട്ടി ഞാനും അച്ഛനും മാറി നോക്കി. എന്റെ ഹസ്ബൻഡ് ഓടിക്കൊണ്ട് എന്റെ കൊച്ചിനെ തന്നിട്ട് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഇതാ നിന്റെ ഫാസ്റ്റിംഗ് ബേബി എന്ന്. ഇന്നാ നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച നിന്റെ കൊച്ചെന്ന്. ഞാൻ കുഞ്ഞിനെ കയ്യിലോട്ട് എടുത്ത് നോക്കിയപ്പം 1 മാസമായിട്ടിരിക്കുന്ന കുഞ്ഞിനെ പോലെ. ഇന്ന് ഞാൻ അവന്റെ മുഖം കാണുമ്പോൾ അതിശയത്തോടെ നോക്കുന്നു. എല്ലാ ദിവസവും അവനെ കാണുമ്പോൾ ഞാൻ പറയും, കർത്താവേ ഇതൊരു അത്ഭുത ശിശുവാണ്. എന്റെ ചുറ്റുമുള്ള എല്ലാവരും അത് പറയുന്നുണ്ട്. ഞങ്ങളുടെ പാസ്റ്റർ ഉൾപ്പെടെ, സഭ ഉൾപ്പെടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇതൊരു അത്ഭുത ശിശു. കാരണം അവർക്കറിയാം എന്റെ ജേർണി എങ്ങനായിരുന്നെന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം, അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, വിശ്വസിച്ചാൽ, കർത്താവ് പറയുന്നത് അതുപോലെ അനുസരിച്ചാൽ, ഡോക്ടർ പറയുന്നത് അനുസരിക്കുന്നതിനേക്കാൾ ഉപരി നിന്റെ സൃഷ്ടാവ് പറയുന്നത് നീ അനുസരിച്ചാൽ, നിനക്ക് കയ്യിൽ ലഭിക്കുന്ന വാഗ്ദത്തമുണ്ടല്ലോ, ചുറ്റുമുള്ളവർക്ക് അത്ഭുതം തോന്നുമാറുള്ളത് നിന്റെ കയ്യിൽ ദൈവം കൊണ്ടുതരും. വേണ്ടത് വിശ്വസിക്കുക. നീ വാ കൊണ്ട് പറയുന്നതും നീ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നതും ഒന്ന് തന്നെ ആയിരിക്കുക. മനസ്സിലായോ? 2, ദൈവ മഹത്വത്തിന് വേണ്ടി ചോദിക്കുക.
ഇതിനപ്പുറമായതൊന്നും നമുക്ക് പറ്റത്തില്ല. അങ്ങനെ പോയാൽ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളായിപ്പോവും. ആകയാൽ ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം അല്പസമയം പോയി, പക്ഷെ പരിശുദ്ധാത്മാവ് ഇടയ്ക്ക് ദൂത് തന്നു, ആരോടെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ അവിടെ 1 മണി 2 മണിയൊക്കെ ആയി കാണും, എന്നോട് ദയവായി ക്ഷമിക്കുക. പക്ഷെ ദൂത് ചിലരുടെ അടുക്കിലേക്ക് ആ വചനം ശക്തമായി എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ചിലരത് ഏറ്റെടുത്തിട്ടുണ്ടെന്നറിയാം. ചിലരെ ദൈവം ധൈര്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ചിലരെ കർത്താവ് തിരുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആകയാൽ കേട്ട വചനത്തിന് മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ എല്ലാവരും കേട്ട വചനത്തിനും, അപ്പാ ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്, എന്റെ ജീവിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്, മാനസാന്തരത്തിന് ഒത്ത ഫലം കായ്ക്കുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇങ്ങനെ നല്ലൊരു സമയം ഞങ്ങൾക്ക് നൽകി തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിൽ ഇന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, 18 ഡിവൈസിൽ കൂടി കയറിയ ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മ ഇടപെട്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ ഈ ദൈവത്തിന്റെ മഹത്വം കാണും. യെസ് ലോർഡ്, ഞങ്ങളത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ അപ്പാ. അങ്ങയിലുള്ള വിശ്വാസം ഹല്ലേലൂയ അവസാനത്തോളം മുറുകെ പിടിക്കുവാൻ, ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തെ നേടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തന്നാട്ടെ. അനുസരിക്കുന്ന ഒരു ഹൃദയം നൽകി തന്നാട്ടെ. വിശ്വസിക്കുന്ന ഒരു ഹൃദയം നൽകി തന്നാട്ടെ. ലോകം പറയുന്നതിന് പുറകെ പോകാതെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്തുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. അതിനായി സമർപ്പിക്കുന്നു. സകല മാനവും മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവം കേൾപ്പിച്ച എല്ലാ നല്ല വചനങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഇന്നത്തെ ഈ ദിവസം ഹല്ലേലൂയ ഓഗസ്റ്റ് 2 എന്നുള്ളത് ഹല്ലേലൂയ 2025 ഓഗസ്റ്റ് 2 അക്സ സിസ്റ്റർ നമ്മുടെ മധ്യത്തിൽ വന്നിട്ട് നമ്മളോട് ഈ ആലോചന പറയണമെന്ന് കർത്താവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നത് ഹല്ലേലൂയ മറ്റൊന്നിനുമല്ല, ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ എടുത്ത പാട്ട് മറ്റൊരു പാട്ടായിരുന്നു. എന്നാൽ അത് ആ പ്രെയർ അങ്ങോട്ട് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു ഈ പാട്ട് പാടാൻ പറഞ്ഞു. ഹല്ലേലൂയ നന്ദിയിലുള്ള വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കാൻ. ഹല്ലേലൂയ ദൈവം തന്ന എല്ലാ കൺഫർമേഷനെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ചെയ്യണമെങ്കിൽ ചില എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് നമ്മൾ ഇട്ടേ പറ്റുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. പ്രിയദാസിയിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ ഹിതം, ആമേൻ. ചില പേഷ്യൻസ്, ചില വെയിറ്റിംഗ് പീരീഡ്, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടുന്നത്. ഹല്ലേലൂയ ചില ചെത്തലുകൾ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ അതൊക്കെ നമ്മളെ ചിലപ്പം വേദനിപ്പിച്ചേക്കാം. എന്നാൽ ആമേൻ നമ്മളോട് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ ഒരു കൺഫർമേഷൻ ദൈവം തന്നിട്ടായിരിക്കും അല്ലേ നമ്മളെ ആ ജേർണിയിലൂടെ നടത്തുന്നത്. ഹല്ലേലൂയ. ഫോർ എക്സാമ്പിൾ പറഞ്ഞത് യോസഫിനോട് ഓൾറെഡി ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ തൻ്റെ സഹോദരങ്ങൾ ആമേൻ തന്നെ വണങ്ങുന്നതും ആമേൻ 11 കറ്റകൾ വണങ്ങുന്നതൊക്കെയും പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല. ഹല്ലേലൂയ എന്നെ ടച്ച് ചെയ്ത് ഞാൻ ഒന്ന് പറഞ്ഞോളട്ടെ. ഹല്ലേലൂയ. എന്നാൽ കടന്നു പോകുന്ന വിധങ്ങളെ പറ്റി പറഞ്ഞില്ല. ഹല്ലേലൂയ, ആമേൻ. അതൊരു ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ചില ട്രെയിനിങ് പീരീഡുകൾ ഉണ്ടാകും. ചില എഫോർട്ടുകൾ നമ്മൾ തന്നെ ഇടേണ്ടി വരും. ഹല്ലേലൂയ. എങ്കിലും മാത്രമേ ചില ഗ്ലോറി കാണാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. കേട്ട വചനങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ ആമേൻ. ഹല്ലേലൂയ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആമേൻ പ്രാർത്ഥിച്ച് പ്രെയർ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ കർത്താവേ, അങ്ങ് കേൾപ്പിച്ച എല്ലാ നല്ല വചനങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആമേൻ. കർത്താവേ, ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ആമേൻ, ആമേൻ. ഞങ്ങളുടെ മഹത്വം ഒന്നും വേണ്ട കർത്താവേ. ഹല്ലേലൂയ, ആമേൻ. ഞങ്ങളുടെ കർത്താവേ പ്രാർത്ഥന വിഷയങ്ങളും ആമേൻ ദൈവത്തിൻ്റെ ഇഷ്ടവുമായിട്ട് ഹല്ലേലൂയ ഒന്ന് കോറിലേറ്റ് ചെയ്യുവാൻ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കുവാൻ. ഹല്ലേലൂയ, ആമേൻ. ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ചിന്തിച്ചു വെച്ചിരുന്ന ഹല്ലേലൂയ ആമേൻ തെറ്റായ ചില ചിന്തകൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന് ഞങ്ങളിലൂടെ വെളിപ്പെടുത്തി തന്നല്ലോ കർത്താവേ. ആമേൻ. പ്രിയ സഹോദരിയെ ദൈവം അതിനായിട്ട് ഉപയോഗിച്ചതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവം തന്ന എല്ലാ കൺഫർമേഷനായും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രിയദാസിയും കുടുംബമായ അമേരിക്കയുടെ ദേശത്തെ ദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കുടുംബമായി ദൈവം അവരെ അനുഗ്രഹിക്കണമേ. കുടുംബമായി ദൈവം അവരെ മാനിക്കണമേ. കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ
ഹല്ലേലൂയ, അനേക രാജ്യങ്ങളിൽ കർത്താവേ നിന്റെ ദാസിയെ നീ ഉപയോഗിക്കുന്നതിന് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആമേൻ. ദൈവം തന്നത് ഹല്ലേലൂയ, ആമേൻ, അതേപോലെ കർത്താവേ ആമേൻ വിളിച്ചു പറയുവാൻ ദൈവം കൊടുക്കുന്ന ആമേൻ ആ ധൈര്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെ കൂടുതലായി ദൈവം സഹായിച്ചട്ടെ. പരിശുദ്ധാത്മാവിനെ നിർത്തിക്കാട്ടെ കർത്താവേ. ഇന്ന് മീറ്റിങ്ങിന് കടന്നു വന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ആമേൻ ഇത് അനുഗ്രഹമായി തീർന്നതിന് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾ വചനം കേൾക്കുന്നവരായിട്ട് മാത്രമല്ല കർത്താവേ, അത് പ്രമാണിക്കുന്നവരാക്കി ദൈവം ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആദ്യോടന്ത് ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും കൂടിയിരുന്നതിനായി സ്തോത്രം. ആമേൻ കർത്താവ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. താങ്ക് യു സോ മച്ച് പ്രിയ ആക്സസ് സിസ്റ്ററെ. ദൈവം കേൾപ്പിച്ച എല്ലാ നല്ല വാഗ്ദത്തങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരോടും ഹല്ലേലൂയ, ആമേൻ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. എനിക്കറിയാം പ്രെയർ ഇന്ന് കുറച്ച് മുമ്പോട്ട് പോയെന്നറിയാം. എന്നാൽ ദൈവം തരുന്ന അത് നമുക്ക് പെട്ടെന്ന് പിടിച്ചു നിർത്തി ആമേൻ പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. അടുത്ത ദിവസങ്ങളിൽ ആമേൻ വീണ്ടും കാണാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ.